ആത്മസാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ വഹിച്ച് സ്തോത്രം പറയാൻ പോകുകയാണ്. ഇത് രാത്രികാലം ഇത് ഇടച്ചാൽ ചില വ്യക്തികൾ അറിയുക. ഇത് രാത്രികാലം ചില പേരുകൾ രാത്രികാലം ചില വ്യക്തികളോട് വെല്ലുവിളിച്ചു നിൽക്കുന്ന അവൻ ചില പേരുകൾ പ്രാർത്ഥനയിൽ തകർന്നു മാറുക. ഇത് രാത്രികാലം ചില മതിലുകൾ ഇടിയോ. ഇത് രാത്രികാലം ചില നന്മയിലേക്ക് കടത്തിവിടാതെ ഇത് തടയുക കുറെ ആധിപത്യത്തിന്റെ ശക്തികൾ ഇത് രാത്രികാലം ആത്മാവിൽ ഒരുമിച്ച് സ്തോത്രം പറഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെ തകരാൻ പോവുകയാണ്. രാത്രികാലമാണ് എല്ലാ പ്രിയപ്പെട്ട അടുത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അതാത് കരങ്ങളെ ചേർത്ത് പിടിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ യേശു പറയുകയാ. ആമേൻ ഹല്ലേലൂയ. പുരോഹിതന്മാർ കാഹളമൂതുന്നു. ആമേൻ ജനം ഒരുമിച്ച് ആർപ്പിട. ഇത് രാത്രികാലം ചില തകരാൻ പോകുകയാണ്. ചിലത് രാത്രികാലം നിങ്ങൾക്ക് തുറന്നു വരാൻ പോകുകയാണ്. ഇത് രാത്രികാലം ഒരുമിച്ച് നമ്മൾ സ്തോത്രം പറയാൻ പോകുകയാണ്. ഐക്യതയോടെ ആമേൻ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്റെ നാമത്തിൽ കൂടി വരുന്നെടുത്ത് ഞാനുണ്ട്. രണ്ടുപേർ ഐക്യമത്തിൽ പെട്ടുകൊണ്ട് എന്ത് യാചിച്ചാലോ അവൻ ഞാനവർക്ക് നൽകി തരുമെന്ന് വാക്ക് പറഞ്ഞവനായ തമ്പുരാൻ ഇന്ന് രാത്രികാലം ഇത് ഇടത്തളങ്ങളിൽ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. പൂർണ്ണ വിശ്വാസത്തോടെ വേണം നിങ്ങൾ സ്തോത്രം ചെയ്യാൻ. അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ കാണും. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ചില വിടുതലുകൾ കാണും. ഹല്ലേലൂയ. രാത്രികാലം ചില കെട്ടുകൾ അഴിയും. ചില ബന്ധനങ്ങൾ അഴിയും. ചില വ്യക്തിപരമായുള്ള ജീവിതത്തിലെ ചില പോരികൾ കടത്തിവിടാതെ വേണം. ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങൾ വിടാതെ വേണം. തടയുന്ന ചില പോരികൾ രാത്രികാലം അഴിഞ്ഞു മാറുമല്ല. ആത്മാവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രാത്രികാലം നമ്മുടെ മതിലായിരിക്കുന്ന കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. തന്റെ ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. തന്റെ പ്രിയപ്പെട്ട വിദേശകാരികൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന വഴികളും വാതിലും തുറന്നു കൊടുക്കേണ്ടതിന് ബുദ്ധി ജ്ഞാനവും അറിവും കൊടുക്കേണ്ടതിന് ഇത് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. തന്റെ ശുശ്രൂഷയെ തടയുന്ന എല്ലാ പോരുകളും രാത്രികാലം ആത്മാവിൽ ഒഴിഞ്ഞു മാറേണ്ടതിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. രാത്രികാലം വിശ്വസാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത്, തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, തന്റെ തലമുറകളെ ഓർത്ത്, തന്റെ ആത്മീയ വളർച്ചകളെ ഓർത്ത് ഇത് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരനാണ്. ആമേൻ എന്റെ പിതാവാണ്. ആമേൻ ഹല്ലേലൂയ എന്റെ സഹോദരനാണ്. ഞാൻ ആ പ്രിയപ്പെട്ടവരെ വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് രാത്രികാലം ആ മനസ്സോട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ദൈവ കൃപയിൽ കയറി വരാൻ, ദൈവിക വെളിപ്പാടി കയറി വരാൻ, ദൈവത്തിന്റെ ആത്മസാന്നിധ്യത്തിലെ കയറി വരാൻ. ഓ ഹല്ലേലൂയ. ചിലരെ അടക്കാൻ, ചിലരെ വെട്ടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് കയറേണ്ടതിന് ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് സ്തോത്രം ചെയ്യാം. രാത്രികാലം അപ്പച്ചനായി സ്തോത്രം ചെയ്താട്ടെ. ഈ 95 വയസ്സില് കർത്താവിത്തോളം ബലവും ആരോഗ്യകരനായി സ്തോത്രം ചെയ്യാം. അവരുടെ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യാം. തന്റെ മാതാവിനായി സ്തോത്രം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങളെ സ്തോത്രം ചെയ്യാം. അവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെ സ്തോത്രം ചെയ്യാം. സ്വർഗ വഴികളും വാതിലും തുറന്നു കൊടുക്കേണ്ടത് സ്തോത്രം ചെയ്യാം. രാത്രികാലം നമ്മുടെ ഓർച്ചവനായി സ്തോത്രം ചെയ്യാം. തന്റെ ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബജീവിതത്തിനായി സ്തോത്രം ചെയ്യാം. തന്റെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പ്രവർത്തന തലമുറയെ വെളിപ്പെട്ട് കാണേണ്ടതിന് രാത്രികാലം ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. വെല്ലുവിളിച്ചു നിൽക്കുന്ന ആധിപത്യ ശക്തികൾ ഇത് രാത്രികാലം തകർന്നു മാറേണ്ടതിന് ആത്മാവിനോട് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യാം. തന്റെ ആത്മീയ ജീവിതത്തോട് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ആത്മീയമായ ഓരോ പടിയും ചവിട്ടി കയറാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കാൻ സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യാം. തന്റെ തലമുറകൾക്ക് ബുദ്ധിവാദങ്ങൾ തുറന്നെടുക്കാൻ സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യാം.
ഇന്ന് രാത്രികാലം നമ്മുടെ മുതലാളിക്കുന്ന ക്ഷീതക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രദേശത്തുനിന്നുള്ള ഈ ദേശത്ത് വന്ന ആമേൻ ദേശത്ത് പാർക്കുന്ന ജനത്തിന് വേണ്ടി വിടുവിനെ പ്രാർത്ഥിക്കാൻ കർത്താവോട് നൽകുന്ന കാഴ്ചപ്പാടിനായി സ്തോത്രം ചെയ്യാം. തന്റെ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. തനിക്കുള്ള നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി കാലിൽ കുടുംബത്തിൽ നടത്താൻ വെളിപ്പെട്ടുകൊണ്ട് അവർ സന്തോഷിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കാൻ സ്തോത്രം ചെയ്താട്ടെ. രാത്രികാലം നമ്മുടെ മുതലാളികളെ ഹല്ലേലൂയ രാജവശിച്ചോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ വല്ലാത്ത പ്രതികൂലങ്ങളിൽ കൂടെ താൻ കടന്നു പോകുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ വളരെ അസ്വസ്ഥ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ചില വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പറയുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം ആമേൻ പിന്നെയും പൂർണ്ണമായിരിക്കുന്ന സൗഖ്യം, പൂർണ്ണമായിരിക്കുന്ന വിടുതൽ ആ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ സന്ദർശനം അയക്കേണ്ടതിന് ആമേൻ ചില മാനസാന്തരത്തിന്റെ അനുഭവം ആ കുടുംബത്തിന് മേൽ അയക്കേണ്ടതിന് ഇത് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ കർത്താവ് തുടരേണ്ടതിന് അവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടതിന് ദൈവത്തിന്റെ മാന്യതകൾ അനുഭവിക്കേണ്ടതിന് ദൈവത്തിന്റെ നന്മകളെ അനുഭവിക്കേണ്ടതിന് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. അവരെ പുറകോട്ട് തടയുന്ന അവരെ തലമുറകളെ തടയുന്ന ചില പാരമ്പര്യ ശക്തികൾ ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ നമ്മൾ ഒരുമിച്ച് ഐക്യമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രികാലം ആമേൻ അത് പകർന്ന് മാറേണ്ടതിന് ആമേൻ ഹല്ലേലൂയ അത് ധരിച്ചു മാറേണ്ടതിന് ആമേൻ ഹല്ലേലൂയ അത് ഹാലലൂയ ദേശം വിട്ട് ഓടി മാറേണ്ടതിന് ഇന്ന് രാത്രികാലം ഒരുമിച്ച് ആ കുടുംബത്തെ വിളിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ. കടന്നു വന്ന തലമുറ നമുക്ക് സ്തോത്രം ചെയ്യാം. ആ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവർക്ക് ആരോഗ്യം കൊടുക്കേണ്ടതിന് അവർക്ക് ബുദ്ധി കൊടുക്കേണ്ടതിന് ആമേൻ ദൈവകൃപയിൽ അവരെ വളർച്ച ഹല്ലേലൂയ ഹാലൽ ദൈവകൃപയിൽ അവര് ആമേൻ വളരേണ്ടതിന് ആമേൻ ഭവനത്തിന്റെ പണികാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ആ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കേണ്ടതിന് തന്റെ യാത്രയിൽ തന്റെ ജോലി മേഖലകളിൽ ദൈവത്തിന്റെ സഹായം കൊണ്ടിരിക്കേണ്ടതിന് ഇത് രാത്രികാലം ആ പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇത് രാത്രികാലം നമ്മുടെ ബദലായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ കുഞ്ഞോസവന്റെ മകനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ തന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കാണാൻ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു കാണാൻ ഇത് രാത്രികാലം ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. വാഗ്ദത്തങ്ങൾ ഫലമായി നിൽക്കുക ആമേൻ ചില ഓടിയോടി രാത്രികാലം അഴിഞ്ഞു മാറേണ്ടതിന് ആമേൻ ചില വാതിലുകൾ തുറന്നു വരേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ കുഞ്ഞ് നമ്മുടെ രക്തമാണ്, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാണ്, നമ്മുടെ സഹോദരനാണ്, നമ്മുടെ മകനാണ്. അവൻ ആ ചിന്താഗതിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ. ഈ 2025 അവസാനിക്കുന്ന മുമ്പേ ചില വാതിലുകളെ ഭയത്തിന് വേണ്ടി തുറന്നു വരേണ്ടതിന് ആ ഭവനത്തിൽ ചില നന്മകൾ കാണേണ്ടതിന് ചില വിടുതലുകൾ കാണേണ്ടതിന് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. രാത്രികാലം നമ്മുടെ മധ്യമായിരിക്കുന്ന പത്രോസിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതിന്റെ ആത്മീയ കാഴ്ചപ്പാടുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാണേണ്ടതിന് ചില മറുപടികൾ വെളിപ്പെട്ട് കാണേണ്ടതിന് ആമേൻ ഹല്ലേലൂയ തന്റെ കുടുംബത്തെ വെളിപ്പെട്ട് കാണേണ്ടതിന് തന്റെ തലമുറകളെ വെളിപ്പെട്ട് കാണേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ വിളിച്ച് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ കുഞ്ഞുങ്ങളെ വിളിച്ച് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ ഹല്ലേലൂയ. ആരും ആമേൻ ഹല്ലേലൂയ. ആമേൻ ദൈവിക വഴിവിട്ട് പോകാതിരിക്കാൻ ദൈവത്തെ സംരക്ഷിക്കേണ്ടതിന് ആലോചന കൊടുക്കേണ്ടതിന് ഇത് രാത്രികാലം ഓർമ്മ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആമേൻ ഹല്ലേലൂയ. ആമേൻ നമ്മുടെ മധ്യമായിരിക്കുന്ന ഹല്ലേലൂയ നിന്നോട് സ്തോത്രം ബേബേസകളുടെ ആമേൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ തന്റെ കുടുംബത്തെ ആമേൻ ഹല്ലേലൂയ ബേബേസകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. തന്റെ തലമുറയോട് സ്വർഗ്ഗം ഇടപെടേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആമേൻ മഹത്വപ്പെടുത്തുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സേവിക്കുമെന്ന് ആമേൻ യേശു പറഞ്ഞതുപോലെ ആമേൻ ആ കുടുംബത്തിനകത്ത് വലിയൊരു ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ ഒരു സന്തോഷം വെളിപ്പെടാൻ ഇത് രാത്രികാലം ഓർമ്മ നമ്മൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മൾ ബന്ധനായിരിക്കുന്ന സുരേന്ദ്ര ഭാഷക്കായി സ്തോത്രം ചെയ്യാം. തന്റെ ആത്മീയ നിലവാരങ്ങളെ ഓർത്ത്, തന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത്, തന്റെ കുടുംബത്തെ ഓർത്ത്, തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, തന്റെ ആരോഗ്യത്തെ ഓർത്ത്, തന്റെ ജോലി മേഖലകളെ ഓർത്ത് ഇന്ന് രാത്രികാലം ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു അനർത്ഥ മാനവീയ ജീവിതത്തിൽ ഭവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ കരവും കാവലും പരിപാലനവും തന്റെ കവർ ചെയ്യേണ്ടതിന് ഇന്ന് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വഴിയിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങളൊന്നും മത്സരത്തിന് കാരണമായി തീരാൻ ഇടയാകാതെ കർത്താവ് കരങ്ങളിൽ സൂക്ഷിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെ ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന്റെ അഭിഷേകത്തെ ആഗ്രഹിച്ചുകൊണ്ട് നടന്നു വന്ന രാജസഭയുടെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ വെച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം ഈ അകത്തളങ്ങളിൽ കടന്നു വന്നത് തന്റെ ജീവിതത്തിന് വലിയ സന്തോഷത്തിന് കാരണമായി മാറട്ടെ. താൻ ഭാരതത്തിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രികാലം ഒരു വിടുതലിന് കാരണമായി മാറട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം രാത്രികാലം തന്നെ തൊഴട്ടെ. യേശുവിന്റെ നാമത്തിൽ രാജസഭയുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളെ കുടുംബത്തിൽ വെളിപ്പെട്ട് കാണേണ്ടതിന് വലിയ മാനസാന്തര കർത്താവ് ഇടത്തരങ്ങളിൽ തലമുറയുടെ മേൽ പ്രിയപ്പെട്ടവരുടെ മേൽ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഹാലിലെ കർത്താവ് കൊടുക്കേണ്ടതിന് ഹല്ലേലൂയ. ഏത് സമയവും ദൈവത്തെ ആരാധിക്കാൻ, ഏത് സമയത്തും ദൈവത്തെ ഹാലിൽ മഹത്വപ്പെടുത്താൻ ഉള്ളൊരു ആഗ്രഹം കർത്താവ് കൊടുക്കേണ്ടതിന് ഇത് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അടിയങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഇങ്ങനെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഇടിവുനിൽപ്പാൻ, ജനത്തിനെ വഹിച്ച് പ്രാർത്ഥിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ കാഴ്ചപ്പാടിനായി സ്തോത്രം ചെയ്താട്ടെ. തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം തലമുറയുടെ മേൽ വെളിപ്പെട്ട് കാണേണ്ടതിന് ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ജോണച്ചാൻ ഹല്ലേലൂയ മുൻപോട്ട് കടന്നു വന്ന ഈ വിഷയത്തെ വഹിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദേശത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കുടുംബങ്ങളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന ഈ ദേശത്ത് പാർക്കുന്നതൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ രക്തബന്ധങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ ദേശം വിടുവിക്കപ്പെടണം, എന്റെ ദേശത്ത് ദൈവങ്ങൾക്ക് വെളിപ്പെടണം, എന്റെ ദേശ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എന്റെ ദേശത്ത് അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങൾ വിട്ടുമാറണം. എന്റെ ദേശത്തെ തലമുറകൾ വിടുവിക്കപ്പെടണം, അവർ അനുഗ്രഹിക്കപ്പെടണം. എന്റെ ദേശത്തെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം. ഹല്ലേലൂയ. ഇത് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദേശത്തെ വഹിച്ച് ഹല്ലേലൂയ കുടുംബങ്ങളെ വഹിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വസിച്ചാണ് ഇപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. രാത്രി വേളയ്ക്കായി സ്വന്തം പാടുവാൻ പ്രാർത്ഥിക്കാനൊക്കെ പ്രാർത്ഥന വിഷയോട് കടന്നു വരികയാണ്. ദേശത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദേശത്തിന്റെ ദുഷ്ടതയിൽ വിടിവിക്കുമാറാകുന്ന അനേക യൗവനക്കാർ മദ്യപാനത്തിലും മയക്കുമരുന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ
കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മടങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗത്താലും ഭാരത്താലും പ്രയാസത്താലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ കർത്താവിനെ കണ്ടുമുട്ടി ആമേ കൊടുത്ത് ആശ്വാസം പ്രാപിച്ചു കാണുവാൻ കർത്താവേ ഓരോ ഭവനങ്ങളോടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാവോ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനുവേണ്ടി കർത്താവിടെ നടക്കുന്ന ആരാധന കൂട്ടായ്മ ദൈവത്തിനൊക്കെ കർത്താവ് ദേശത്ത് ഒരു ദിവസങ്ങളിൽ 30, 60, 100 മണി വളർന്ന് ചോദിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ രക്ഷിച്ച കർത്താവേ, ഈ ദേശത്തെ രക്ഷിക്കുമാറാകണമേ. കൊണ്ട് മൂടപ്പെട്ട കർത്താവേ ദേശത്ത് ആമേ ഒരു നിത്യ വെളിച്ചം പകരുവാൻ യേശു കർത്താവ് വെളിച്ചമായി ഓരോ ഭവനങ്ങളിൽ ഇടപെടുമാറാകണമേ, പ്രവർത്തിക്കുമാറാകണമേ. ആമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ദിവസത്തിൽ സഹായികൾ അനുഗ്രഹിക്കണം കർത്താവ്. പ്രാർത്ഥന കണ്ടോട് തന്നെ ആമേൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രി കാലവും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ ഇന്ന് രാത്രി കാലം സ്തോത്രം പറയും? എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം പറയും? ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. ആമേൻ. ജീവനുള്ളവരുടെ ദേശത്ത് ഇന്ന് രാത്രി കാലവും ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് രാത്രി കാലം കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. എത്രയോ പേർക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കാതെ ആമേൻ ഈ പകൽക്കാലം ആമേൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ എത്രയോ പേരുണ്ട്. എത്രയോ കുടുംബങ്ങൾ ദുഃഖത്തിലായിരിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിച്ച, നമ്മളെ കരുതിയ, പിന്നെ ഒരിക്കൽ കൂടി ഒരു നിമിഷം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. അനേക ഇടങ്ങളിൽ ആമേൻ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വണ്ണം ആമേൻ വലിയ കൂട്ടങ്ങളിൽ വലിയ ബഹളങ്ങളും വലിയ പ്രശ്നങ്ങളും നടക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്ന കൂട്ടങ്ങളിൽ വലിയ പ്രശ്നങ്ങളും വലിയ ആമേൻ ബഹളങ്ങളും നടക്കുമ്പോൾ ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ, ദൈവത്തിനകത്തുള്ള ആ സ്ഥലത്തേക്ക് ഇറങ്ങി വരുവാൻ പോലും കഴിയാതെ ഉള്ള അവസ്ഥയിലേക്ക് ജനം മാറുമ്പോൾ ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ചെറിയ കൂട്ടങ്ങളായിരിക്കും നമുക്ക് ഇത്ര സന്തോഷത്തോടെ, ഇത്ര ആനന്ദത്തോടെ കർത്താവിന് ഇഷ്ടമനുസരിച്ച് കർത്താവിന് ആമേൻ നമ്മളോട് സൗരഭ്യവാസന അയക്കത്തക്കവണ്ണം നമ്മൾ ആത്മാർത്ഥതയോടെ കർത്താവിനെ സ്തുതിക്കുന്നതിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആമേൻ വലിപ്പമോ ചെറുപ്പമോ ആമേൻ ഒന്നുമില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് കർത്താവിനെ സന്തോഷത്തോടെ ഐക്യതയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ആമേൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഒരുക്കി തന്നല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും പേർക്ക് കടന്നു വന്ന് ഈ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ, ആമേൻ ഈ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രാർത്ഥനയൊന്നും വെറുതെ പോകത്തില്ല. ആമേൻ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ദേശത്ത് വെളിപ്പെട്ട് കാണും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ അപ്പം നീ എന്ത് ചെയ്യണം? വെള്ളത്തിന്മേലെറിയുക. അതേറിയ നാള് കഴിഞ്ഞാലും ആമേൻ അതെന്ത് ചെയ്യും? അതിന്റെ പ്രവൃത്തികളെ സാധിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? മടങ്ങി വരാനിടയായിത്തീരും. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രാർത്ഥനയൊന്നും വൃഥാവായി പോകത്തില്ല. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ സ്വർഗ്ഗം മറുപടി തരും. ഈ പ്രാർത്ഥനയ്ക്ക് ഇതിനകത്തളങ്ങളിൽ കണ്ണുനീർ ഒഴുക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്തളങ്ങളിൽ ആരുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ കരയുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കുടുംബങ്ങളെ വിടുവിക്കുന്നതിനൊപ്പം നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാണാനിടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളും ആമേൻ ആത്മീകമായി ആമേൻ ഹല്ലേലൂയ കൃപാവരങ്ങൾ പ്രാപിച്ചവരായി സന്തോഷം അനുഭവിപ്പാനിടയായിത്തീരും. ഇന്ന് രാത്രി കാലം ആമേൻ ആമേൻ തുടർന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം ആമേൻ ഹല്ലേലൂയ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ആമേൻ. ഇന്ന് രാത്രി കാലം ആമേൻ ഹല്ലേലൂയ നമ്മുടെ മധ്യേ ഹല്ലേലൂയ ഹല്ലേലൂയ
ദൈവദാസൻ നമ്മളോടൊപ്പമുണ്ട്, അനിൽ പാസ്റ്റർ നമ്മളോടൊപ്പമുണ്ട്. ആമീൻ, ഹല്ലേലൂയ. ചില മിനിറ്റുകൾ ദൈവത്തിന്റെ ദാസൻ ആമീൻ തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച്, തനിക്ക് കൊടുത്ത ദൈവകൃപയനുസരിച്ച് ആമീൻ നമ്മളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കും. ആമീൻ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് നമ്മൾ ഹല്ലേലൂയ ആരാണ് സംസാരിക്കുന്നതല്ല, ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ വചനം എന്നോട് ഇടപെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആമീൻ, ഇത് രാത്രികാലം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ സ്വർഗം നമ്മളോട് ഇടപെടുവാനിടയായിത്തീരും. ആമീൻ. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനത്തിനായി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവദാസനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ ധന്യമുള്ള നാമം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നു. പ്രത്യേകിച്ച് ഐക്യകൂട്ടായ്മയുടെ മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. ദേവദാസൻ ശേഷം ഇവിടെ സന്നിധരായിരിക്കുന്ന ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വേഗത്തിൽ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ചിന്തിച്ച് ദിവസങ്ങളിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കിട്ടാനിരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19, 20, 21 വേദവാക്യങ്ങളെന്ന് വായിക്കാം. 22. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രനും വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. കരവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നു അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ഒരുമിച്ച് നിമിഷം നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനാകുന്ന ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ഐക്യകൂട്ടായ്മയുള്ള ബന്ധത്തിലൊരു രാത്രി കൂടി ഞങ്ങൾ പാർക്കുന്നതായിരിക്കുന്ന ദേശത്തിന് വേണ്ടി, അവിടെ വസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രിയിലും സ്വർഗ്ഗം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന മഹാദയക്കായി പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ചു. ചില നിമിഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവജനം ചിന്തിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവ് വളരെ വ്യക്തമായി ഞങ്ങളോട് ഇടപെടുമാറാകണം. കർത്താവിന്റെ രാത്രിയിൽ അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയിലെയും ഏൽപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വായിച്ച് കേട്ടതായിരിക്കുന്ന വേദവാക്യം നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന വേദവാക്യമാണ്. പെന്തക്കോസ്തിന്റെ അനുഭവ നാളുകൾ മുതൽ ഈ കഴിഞ്ഞതായിരിക്കുന്ന നിമിഷങ്ങൾ വരെയും ഈ ഭാഗം കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇതിനകത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹാ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുക, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് സംസാരിക്കുവാനിടയായിരിക്കും. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ 3.5 വർഷക്കാലത്തുള്ളതായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ 4 തലങ്ങളിലായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 സംഭവമായിട്ട്, 2 പ്രബോധനമായിട്ട്, 3 അത്ഭുതമായിട്ട്, 4 ഉപമയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ വായിച്ച് കേട്ടതായിരിക്കുന്ന വേദവാക്യം ഒരു ഉപമ യേശു ക്രിസ്തു പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഉപമയ്ക്കകത്തുള്ളതായിരിക്കുന്ന വളരെ ഗൗരവമേറിയതായിരിക്കുന്ന ഒരു വിഷയം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന അത് വെളിപ്പെടുത്തുവാൻ ഞാൻ അതേ ആത്മാവിൽ ആഗ്രഹിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച് ദൈവങ്ങളെ പ്രാപിച്ച് ആത്മാഭിഷേകത്തോടെ ആരാധിക്കുന്നവർ ഇന്ന് രാത്രി പ്രത്യാശയുടെ തുറമുഖം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവത്തെ ആരാധിച്ച ഒരു വലിയ വിടുതൽ നമുക്ക് രാത്രിയിൽ അനുഭവിക്കുന്നവരുടെയായിരിക്കും. ഒരു ഉപമയാണ് യേശു പറഞ്ഞത്. ആ പറഞ്ഞ ഉപമ ഇങ്ങനെയാണ്: ധനവാനായിരിക്കും ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും ധരിച്ച് വളരെ ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചു. രണ്ടാമത് പറയുന്നു, ദരിദ്രനായിരിക്കും ഒരു മനുഷ്യനുണ്ടായിരുന്നു.
കാണുവാൻ കഴിയും. ധനവാനായിരുന്ന മനുഷ്യൻ ആഡംബരത്തോടും സുഖത്തോടും അവൻ ജീവിച്ചു. ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞ നാശം. ഇവിടെ ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല, ധനവാന്റെ പേര് പറഞ്ഞില്ല, പക്ഷെ ദരിദ്രന്റെ പേര് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ദരിദ്രന്റെ പേര് പറഞ്ഞത്? ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ധനവന്മാരുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തുടർന്ന് വായിച്ചു വരുമ്പോൾ ഗൗരവമേറിയ വേദനയേറിയ ഒരു വിഷയം ഇതിനകത്തുണ്ട്. ദരിദ്രരെന്നോ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വലിയ വിടുതൽ, ഒരു വലിയ നന്മ ഇതിനകത്തുണ്ടെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 19ാമത്തെ വാക്യത്തിൽ തുടങ്ങി 31ാമത്തെ വാക്യം വരുമ്പോൾ അത് അവസാനിക്കുകയാണ്. ഈ അവസാനിക്കപ്പെടുമ്പോൾ കാണുവാൻ കഴിയുന്നത് ദരിദ്രനും മരിച്ചു, ലാസറും മരിച്ചു. ധനവാൻ മരിച്ചപ്പോൾ അവൻ എവിടെ പോയത് നമുക്കറിയാം. ദരിദ്രൻ മരിച്ചപ്പോൾ അവൻ എവിടെ പോയത് നമുക്കറിയാം. ഇത് രണ്ടും കൂടെ ഇന്ന് രാത്രി ചിന്തിച്ചു വന്നാൽ ഒന്ന് ഞാൻ പറയാം, സകല ജലാചരത്തിനും മരണമെന്നൊരു പ്രക്രിയ ദൈവം വച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ ആ വഴി കൂടെ കടന്നുപോയാൽ പറ്റും. അത് ധനവാനായാലും കൊള്ളാം, ദരിദ്രനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, മരണം വഴി അവൻ പോയേ പറ്റും. പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മരണമില്ലാതെ കുറച്ചു നാളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നരയില്ലാതെ കുറച്ചു നാളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യായിരുന്നു? നരയുമില്ല, ചുളുക്കോ ഇല്ല, ഒന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ, മരണമില്ലായിരുന്നെങ്കിൽ, സ്തോത്രം, ഏതൊരു മനുഷ്യനും ഒരു നിമിഷം ആഗ്രഹിച്ചു പോകും. കാരണം അത്രത്തോളം മനോഹരമായാണ് ദൈവത്തിന്റെ കരവിരുത എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ വാക്കെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കണ്ണുകളെയും നമ്മുടെ മനസ്സുകളെയും എല്ലാം ആരെയെ തുള്ളിച്ചാടിക്കുന്ന അനുഭവമാണ് എന്നറിയുന്ന രാത്രി വിളിച്ചു പറയുന്നു. ആരെയും ദരിദ്രൻ മരിച്ചപ്പോൾ അവൻ നിത്യയാതന സ്ഥലത്തേക്ക് പോയി. ദരിദ്രനോ അവൻ നേരെ അബ്രഹാമിന്റെ മടിയിൽ പോയവൻ. അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് അവനെ റൂമന്മാര് കൊണ്ടുപോയതാണ്. അങ്ങനെയെങ്കിലും ഒന്നുകൂടെ ഇറങ്ങി ചിന്തിച്ചു വരട്ടെ. ഇവിടെ ദരിദ്രൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനൊരുക്കുഴൽ കഴിച്ച് എന്റെ വിശപ്പടക്കണം. ദരിദ്രൻ എവിടെ കിടക്കുന്നത്? ദരിദ്രനായ രാത്രി എവിടെ കിടക്കുന്നത്? ഒന്നുകൂടെ ചോദിക്കാൻ, ഇന്ന് രാത്രി നമ്മൾ എവിടെ ഇരിക്കുന്നത്? ഞാനിവിടെ വന്നപ്പോൾ എന്റെ ഉള്ളിലേക്ക് ചിന്ത ഓടി വരാനിടയാണ്. നമ്മളൊക്കെ പലപ്പോഴും തകവേദന പോലുള്ള ചില വിഷയങ്ങളെ നമ്മൾ മനഃപൂർവമായി നമ്മൾ വിളിച്ചു കയറ്റുകയാണ്. ക്രിസ്തുവിൽ കൂടെയുള്ളതായിരിക്കുന്ന വിടുതലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ അറിയാതെയും ചില തലവേദനയായിരിക്കുന്ന ചില പാദങ്ങളെ വലിച്ചു നമ്മെ വയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ വളരെ വ്യക്തതയോടുകൂടെ കാണുന്ന ഒരു കാര്യം, അവന്റെ ആഗ്രഹമാണ് ധനവാന്റെ വേഷയിൽ നിന്ന് വീഴുന്ന അപ്പനൊരുക്കുഴൽ കഴിച്ചെന്റെ വിശപ്പടക്കണം. ഇവന്റെ കിടപ്പവനാണ് പഠിപ്പുര വാതുക്കല കിടക്കുന്നത്. ഈ ധനവാന്റെ ലാസറ കിടക്കുന്ന സ്ഥലം ഒത്തിരി അകലമുണ്ടല്ലേ. പഠിപ്പുര കാണാത്തവരായിട്ട് ഇവിടെ ആരും തന്നെയില്ല. പഠിപ്പുരവാണ്. ഈ പഠിപ്പുരവാനിൽ കിടക്കുമ്പോൾ അവന് കൂട്ടെന്ന് പറയുന്നത് ഒരു നായ. നായ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, എന്റെ വിശപ്പടക്കണം, എന്റെ വിശപ്പ് അടക്കണം. ഇതേ ആഗ്രഹത്തേക്കാൾ വലിയ ആഗ്രഹമായി കിടക്കുകയാണ് ദരിദ്രനായവൻ. ദേഹം മുഴുവനും ദൃഢം പിടിച്ചവനായി കിടക്കുന്നവന്റെ ആഗ്രഹം, എനിക്ക് അവിടെ ചെന്ന് കഴിച്ച് എന്റെ വിശപ്പടക്കണം. നടക്കൂ. ഇതിനകത്ത് അധിക ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളെ ഒന്നൊന്നായിട്ട് കമ്പയർ ചെയ്ത് കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് പോകേണ്ടത്.
ഇന്ന് രാത്രി ഒരു വിഷയം പറയാം. ദാരിദ്ര്യൻ മരിച്ചപ്പോൾ അവനെ ദൂതന്മാർ അബ്രഹാം പിതാവിന്റെ മടിയിൽ കൊണ്ടുപോകണമെങ്കിൽ അബ്രഹാമിന്റെ പേര് ഇവിടെ യേശു വ്യക്തമായി പറയണമെങ്കിൽ വിശ്വാസത്തിന്റെ ഉറവിടമായിരിക്കുന്നവൻ അബ്രഹാമിനെ ചൂണ്ടാതെ ഒന്നും പറയുവാൻ പറ്റുന്നവൻ. അബ്രഹാമിനെ ചൂണ്ടതൊന്നും പറയാൻ കാരണം പറഞ്ഞെങ്ങനെയാണ്? എന്റെ ഭക്തനായിരിക്കുന്ന അബ്രഹാമിനോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെക്കുമോ? എന്റെ വാക്കു കേട്ട് അവന്റെ ഉള്ളിലെ വിഷയങ്ങൾ, അവന്റെ ഉള്ളിലെ ഭാരങ്ങൾ, അവന്റെ നേരിട്ടുള്ള വിഷയത്തെ അവൻ പറയാതെ പറയുമ്പോ അത് ദൈവം പറഞ്ഞു അബ്രഹാമേ. 9 പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാം എന്ന് കാണുന്നു. പിന്നീട് അബ്രഹാം എന്ന പേരിലേക്ക് ചെയ്യുന്നു, അവന്റെ നാമകരണം ചെയ്യുകയാണ്. അബ്രഹാം വാഗ്ദത്തം കേട്ടിറങ്ങി തിരിക്കണം തയ്യാറായപ്പോൾ അവന്റെ വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ സന്തതി പരമ്പരകളിൽ വരുന്നവരാണ് ഈ നാമൊക്കെ. അങ്ങനെയെങ്കിൽ ആ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഇവന്റെ ആഗ്രഹം നടക്കും. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ആഗ്രഹം എല്ലാത്തവരും കൈ ഉയർത്തിയാണ്. എല്ലാവർക്കും ആഗ്രഹം, ചെറുതല്ലെങ്കിൽ വലുതല്ലെങ്കിൽ ചെറുതല്ലെങ്കിൽ ഇടത്തരം. ഇതിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ഇവിടെ ആരും. സ്തോത്രം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ കട വെക്കുന്നു തീർന്നെങ്കിൽ, ഈ ബുദ്ധിമുട്ടും ഭാരമൊക്കെ മാറിയെങ്കിൽ. രാത്രി വിളിച്ചു പറയണത് വേണം. ഇവന്റെ ആഗ്രഹം പടിപ്പുരവാതിൽ കിടന്നുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു 20 അടി നക്ഷത്രം അകലെയെങ്കിലും അകത്ത ധനവാന്റെ കിന്നശിലേക്ക് എത്താൻ സ്തോത്രം എത്ര ദൂരമുണ്ട് അവനെത്തും. അവൻ പടിപ്പുരയിൽ എഴുന്നേൽക്കുമ്പോഴേ അവൻ എന്ത് ചെയ്യും? കാരണം അവന്റെ ദേഹം മുഴുവനും വ്രണം പിടിച്ച് ഇരിക്കുകയാണ്. അവനെ തീന്മേശയിൽ ഇരുത്താൻ പറ്റത്തില്ല. അവനെ തീന്മേശയിൽ ഇരുത്താൻ പറ്റത്തില്ലെങ്കിൽ അവനെ ഇരുത്തുന്നിടം ശ്രേഷ്ഠമേറിയ ഇടമാണ്. ഇന്ന് രാത്രിയിൽ ആർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ ഇരുത്തുന്ന സ്ഥാനം അവന് വലിയ സ്ഥാനമല്ല. നമ്മെ കൂട്ടം പറ്റിയില്ലെങ്കിൽ നമ്മെ കൂട്ടിയിരുത്താൻ പോകുന്നത് അങ്ങനെയുള്ള സ്ഥലമാണ്. ഇവിടെ ഐക്യക്കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ന്യായവിധി ദൈവം അയക്കും. ദൈവം ന്യായവിധി അയക്കും. ദൈവം ന്യായവിധി അയച്ച അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം ചലിപ്പിച്ചാൽ അത് പൂർണ്ണമായി പ്രവൃത്തി ഫലത്തിലേക്ക് വരുവാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണക്കാരൻ നമ്മളാണ്. നമ്മളാണോ? അല്ലയോ? കാരണക്കാരൻ നമ്മളാണ്. ഒരു കാലം ഞാൻ പറയാം, എന്റെ അമ്മ വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ചു, ഈ മനുഷ്യനെ ദൈവം തൊടണം. പ്രാർത്ഥനക്കാരിയ, പ്രാർത്ഥിക്കുന്നുള്ള വിശ്വാസിയ, ദൈവമേ തൊടണം. ഞാൻ പല രാത്രികളിൽ ഞാനിത് കേൾക്കാറുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ ഇങ്ങനെ, നീ ഇങ്ങനെ സംസാരിക്കും? ഞാൻ പറഞ്ഞതല്ലേ, ദൈവം തൊട്ട വിടുവിക്കാനൊന്നും ചെയ്യരുത്. വിടുവിക്കാൻ ഇത് രണ്ടും പറയുന്ന ആരാ? തൊടാൻ പറഞ്ഞത് നമ്മളാ, വിടുവിക്കാൻ പറയുന്നത് ദൈവം. എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഞാനിങ്ങനെ പറയും. നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് യോഹന്നാൻ പത്മോസിന്റെ ആഴ്ചയുണ്ട്. 7 നിലവിളക്കുകൾക്ക് നടുവിൽ ഇറങ്ങി വരുന്നവൻ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കാലുകൾ വെള്ളോട് സദൃശമായവൻ. ഒറ്റവാക്കിൽ പറഞ്ഞ അവന്റെ മൂക്കിലെ ശ്വാസം പാർവ്വതം തട്ടിയപ്പോൾ പാർവ്വതങ്ങൾ പുകഞ്ഞു. ആ ദൈവത്തോടെ നമ്മൾ പറയുന്നത് തൊടണം, പിടിവിക്കണം. നേരത്തെ വെള്ളപ്പിടിച്ച് നടക്കുക.
ഒരു വിടുതലും ദേശത്തിന് നേരെ ചൊവ്വ വിടുതൽ നടക്കത്തില്ല. നേരെ ചൊവ്വയുള്ള വിടുതൽ നടക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് ശരിയാണ്. ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയും, ഈ ഐക്യം ദേശമേ 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 ഉണരുക, യഹോവയുടെ വചനം കേൾക്കാം. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, ദൈവം തൊട്ട തിരിച്ച് വിടുവിക്കാൻ എന്ത് ചെയ്തു? നീയാളെന്നാ പാസ്സാണ്. ഇതുകൊണ്ടാ പലപ്പോഴും വിടുതൽ എന്ത് ചെയ്യാത്തത്? ശരിക്കും അതിന്റെ ലെവൽ വിടുതൽ നടക്കും. ദൈവം ഇന്ന് രാത്രി തൊട്ടു പെട്ടെന്ന് എന്നിട്ട് പറയാം, കർത്താവ് ഇന്ന് രാത്രി ഒന്നും ചെയ്യണം, എനിക്കിത് കാണാൻ. ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥന ഇനി പ്രാർത്ഥിക്കരുത്. ദൈവത്തിന്റെ ഇടത്തിന് വിട്ടുപോണ്, ദൈവം അത് കഴിയുന്നതുവരെ ഏൽപ്പിച്ചുകൊണ്ട് മരണത്തിൽ നിന്നും സകലത്തിൽ നിന്നുമുള്ള നീക്കുപോക്ക് ദൈവത്തിന്റെ കരത്തിൽ. ദൈവത്തിന് അറിയാം നീ കൊടുത്ത വിഷയം എങ്ങനെ കൊണ്ടുവരണമെന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞു വിടും, പിന്നെ നമുക്ക് ഇതൊന്നും ഓർമ്മ വിജയ് ദൈവം വെടിവെച്ചത് ഓർമ്മയുണ്ടോ? ദൈവം വെടിവെച്ചത് ഓർമ്മയുണ്ടോ? ഒരു കാര്യം പറയാം, നാം മനസ്സിലാകുന്നതുവരെ, നാം മനസ്സിലാക്കി മടങ്ങി വരുന്നതുവരെ ദൈവം തന്റെ പ്രവൃത്തി അതയച്ചുകൊണ്ട് ഇരിക്കും. നമ്മളെ ക്രിയരാകുന്നു അവിടെ പൂർണ്ണമായി നടന്നിരിക്കും. ദൈവം തന്റെ ഭക്തനെ മാനിക്കേണ്ടത് ദൈവത്തിന്റെ വിടുതലായിട്ട്. ആരെ മാനിക്കാനും? അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഐക്യക്കൂട്ടാനും വന്ന എല്ലാ ദൈവജനം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവജനം എല്ലാം പ്രാർത്ഥിച്ചു. അവര് കഴിയുന്നത് അറിയാമോ? ദൈവം പ്രാർത്ഥന കേട്ട് ദൈവം വിടുതലായി. ഇത് ആർക്ക് ഓർമ്മ വേണം? ആർക്ക് ഓർമ്മ വേണം? ഓർമ്മ വേണം. ഓർമ്മ ഇല്ലാതെ പോയ ദൈവം എന്ത് ചെയ്യും? ഓർമ്മ ഒരു കാര്യം ഞാൻ പറയാം, മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും സകലവിധമായ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങും ഒളിച്ചിരിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ കണ്ണിന് ഒന്നും മറവായിട്ടിരിക്കുന്നില്ല. ഞാൻ പറയാറുണ്ട്, 2005 വൈദ്യശാസ്ത്രം ക്യാൻസർ എന്ന വിധി എഴുതുമ്പോൾ വിധികളെ തിരുത്തി എഴുതുമ്പോൾ എന്റെ ദൈവത്തിന് വഴി രോഗത്തെ കണ്ടും വിഷയത്തെ കണ്ടും ഭയപ്പെടുന്നവൻ വിശ്വാസിയല്ല. മരണത്തെ ഭയം എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ കേരളത്തിനകത്തോ ഒരു സ്ഥലമുണ്ടെങ്കിൽ ദൈവജനത്തിന്റെ ഇടിയായിരിക്കും. രാത്രി ഓർക്കണം, ദൈവം ചെയ്ത വിടുതലിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ചെയ്ത ഒന്നുകൂടെ പറഞ്ഞ മരണത്തിൽ നിന്ന് നീക്കുപോക്കവന്റെ ഭക്തനെ മാനിച്ചുകൊണ്ട് ദൈവം വിടുതലയച്ചെങ്കിൽ പൂർണ്ണമായ വിശ്വാസിയായി ദൈവലൈവനായി എപ്പോൾ തീരുവാൻ തയ്യാറാകുമോ അവിടെ വീണ്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. അപ്പൊ ദൈവം തന്റെ ഭക്തനെ മാനിക്കേണ്ടതിന് ദൈവം ഒരു വിടുതൽ അയച്ചു. പിന്നെ ഇടിവിൽ നിന്ന് കരയുന്ന ജനസമൂഹത്തെ മാനിച്ച് ദൈവം ചെയ്യും വിടുതൽ അയക്കും. ഈ രണ്ട് കാര്യത്തിൽ മനസ്സിലാകാതെ പോയാൽ ദൈവം അടുത്ത് ഒന്നുകൂടെ ചെയ്യും. ദൈവം ആരാണെന്ന് അറിയേണ്ടതിന് നന്നായിട്ട് വലുതടിച്ച് അവൻ നല്ലതുപോലെ ഒരു വിടുതലായി. ഈ വിടുതലിൽ നമ്മൾ ഉറച്ചില്ലെങ്കിൽ, അത് ഞാൻ പറയുന്നു, ഇരുതോണിയിൽ വയ്ക്കുന്നവൻ രണ്ട് മനസ്സുള്ളവൻ. ഇതേ നിലകളിൽ പോയാൽ നമ്മളൊന്നും ജീവിതത്തിൽ ഒരു പ്രവൃത്തി. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, കശത്തിരിക്കുന്ന ഭൂമിയെ ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്നത് നടക്കൂ. രാത്രി വേഗത്തിൽ പറഞ്ഞത് ദാരിദ്ര്യൻ അവിടെ ചെല്ലണമെങ്കിൽ
ഒത്തിരി കടമ്പ കടന്ന് അവിടെ ചെല്ലാൻ പറ്റും. ഇന്ന് രാത്രി നോക്കിയേ, അവൻ അവിടെ കിടക്കുമ്പോൾ അവന്റെ വിശ്വാസം അവൻ കേട്ടറിവുള്ളതുപോലെ അബ്രഹാം പിതാവിനെ കുറിച്ചുള്ള വിശ്വാസം അവന്റെ ഉള്ളിൽ അത് തളം കെട്ടി ഉറയ്ക്കുവാൻ തുടങ്ങി. ദരിദ്രനായിരിക്കുന്നവൻ ദൃഢം നിറഞ്ഞവനായി, ആരും അടുപ്പിക്കാതെ, ആരും ചേർക്കാതെ, ആരും ചേർത്ത് നിർത്താതെ, ആരും കൊണ്ട് നടക്കുവാനില്ലാതെ ഇരിക്കുന്നവന് വേണ്ടി അവന്റെ വിശ്വാസം അബ്രഹാം പിതാവ് എന്റെ ദൈവത്തെ കാണുന്നവനാണ്. അബ്രഹാം പിതാവിന്റെ വിശ്വാസം അവൻ മുറുകെ പിടിക്കുവാനിടയായി. അബ്രഹാം പിതാവിന്റെ വിശ്വാസം നമുക്കറിയാം. ജനമെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു, ഇനി അവർക്ക് തലമുറയൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല. പക്ഷെ സാധ്യതകളെ അല്ലെങ്കിൽ അവര് പറഞ്ഞ വിഷയത്തെ മുഴുവനുമായി തകിടം മറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിരുന്നു. അപ്പൊ നോക്കിയേ, ഇവനൊരു കാരണവശാലും അവിടെ തള്ളുന്നില്ല. പക്ഷെ അവന്റെ അടുത്ത് കിടക്കുന്ന നായ്ക്കൾ കൂടെ കൂടെ ചെയ്യുന്നുണ്ട്, നക്കി അവരുടെ വശം അടക്കുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹത്തിന് എന്തില്ല? സ്തോത്രം. ഇന്ന് രാത്രി ഒരു വിഷയം ഞാൻ പറയാം. സ്തോത്രം. നിത്യമായ ഒരു യാതന സ്ഥലം ഉണ്ട്. ഒരു നിത്യമായ യാതന സ്ഥലമുണ്ട്. നിത്യമായിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാണ്. അങ്ങനെയെങ്കിലും ഒരു ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെട്ടാൽ യാതൊരു സ്ഥലത്ത് പോകുന്നവരല്ല നമുക്ക് ആവശ്യം. നിത്യമായി അബ്രഹാമിനോട് ചേർന്ന് നമ്മുടെ മുന്നെടുപ്പുകാരനോട് ചേർന്ന് നീക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദേശത്തു നിന്ന് ദൈവം വാർത്തെടുക്കുവാനിടയായിട്ട് ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഒരു ഭാഗത്ത് നമുക്ക് എത്തുവാൻ കഴിയുന്നില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, സ്തോത്രം. ഈ സ്തോത്രം ദരിദ്രൻ അവൻ അവിടെ കിടന്നുകൊണ്ട് അവൻ അബ്രഹാം പിതാവിന്റെ ചിന്തകൾ ആ വിശ്വാസത്തെ അവൻ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ സ്തോത്രം ദിനങ്ങൾ തള്ളിവിടുവാനിടയായി. അടുത്ത ഭാഗത്താണ് പറയുന്നത്, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ദൂതന്മാര് ദരിദ്രനെ അബ്രഹാം പിതാവിന്റെ മടിയിൽ കൊണ്ടുപോയി. സ്തോത്രം. ധനവാൻ നിത്യ യാതന സ്ഥലത്ത് പോയി. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. യാതന സ്ഥലത്ത് കിടക്കുന്നവനാണോ അബ്രഹാം പിതാവിനെ കണ്ടത്? അബ്രഹാം പിതാവാണോ യാതന സ്ഥലത്ത് കിടക്കുന്ന ധനവാനെ കണ്ടത്? അപ്പൊ പിന്നെ എന്തുകൊണ്ട് അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്ന ലാസർ കണ്ടില്ല? ലാസർ എന്തുകൊണ്ട് കണ്ടില്ല? ലാസറുമായിട്ട് പിന്നെ ഒരു സംഭാഷണം ഇല്ല. ധനവാന്റെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭാഷണവും ഇല്ല. അവിടെ പറഞ്ഞ പിന്നെ മൊത്തം ധനവാനും സ്തോത്രം അബ്രഹാം പിതാവുമായിട്ടാണ് സംഭാഷണം. അപ്പൊ ലാസറെ കണ്ടില്ല. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് ലാസർമാരാണ്. ആ രണ്ടുപേരെയും വ്യക്തിമായി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിഷയം നമുക്ക് കിട്ടുവാനിടയായിരിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കും. ലാസറെ കണ്ടില്ല, അബ്രഹാം പിതാവും കണ്ടു, ധനവാനും കണ്ടു. അവിടെ കിടന്നുകൊണ്ടാണ് പറയുന്നത്, താഴെ ആരുണ്ട്? ഭൂമിയിൽ ആരുണ്ട്? അവിടേക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും കാര്യം. അപ്പൊ നേരി കണ്ടത് ആരേ ഉള്ളൂ? യാതന സ്ഥലം നേരി കണ്ടത് ആരേ ഉള്ളൂ? എന്നോട് പറഞ്ഞത് യാതന സ്ഥലം കണ്ടത് ആരേ ഉള്ളൂ? ഒരാള് ചോദ്യമാണ്, ഒരു തർക്കം നടക്കുക. ബന്ധുക്കോസുകാരും മറ്റുള്ളവരെല്ലാരും പറയുന്നു മരിച്ചു, അവരെ സ്വതന്ത്രമാരെ അടക്കം ചെയ്യുമ്പോൾ പറയുന്നു കാലാവസാനത്ത് എന്റെ ദാരിദ്ര്യനെ പോലെ എന്റെ ഓഹരി മേടിക്കാൻ ഈ പോയവരാരും ഇങ്ങോട്ട് വന്ന ഒരു കാര്യം അവരുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരു തർക്കം നടക്കുക. ഞാൻ ആ വഴി പോയപ്പോൾ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പറയാമോ? അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞവരോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യണം, ഇന്ന് രാത്രി വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ പ്രാർത്ഥിക്കണം.
നീരാമേ നീ മരിച്ചിട്ട് ഏകദേശം 6 വർഷമായി. അവിടുത്തെ കാര്യമൊന്നും ഇതുവരെ അറിവില്ല. നീ അവിടെ എന്നെ എടുക്കുവാണെന്നോ അവിടുത്തെ ഒരു കാര്യവും എനിക്ക് അറിവില്ല. അതുകൊണ്ട് നീ എന്നോട് പറയണം. അത് പറഞ്ഞിട്ട് വേണം നമ്മുടെ 3 മക്കളെടുത്തെന്ന് പറഞ്ഞിട്ട് മദ്യപാനിയായിരിക്കുന്ന മകനൊന്ന് നേരെയാവാം. അച്ഛൻ എന്നെ നോക്കും. അപ്പൊ അച്ഛാ ദൈവത്തിനത് അറിയാം. അതുകൊണ്ട് അന്ന് ഭാഷ കളിക്കാൻ ഇവന്മാര് പണിത് എങ്ങോട്ട് പോകുന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭാഷ കളിക്കും. ഞാൻ പറഞ്ഞു അറിഞ്ഞ ഒറ്റ സത്യമേ ഉള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യേശുക്രിസ്തു 20 ഉപമ പറയുമ്പോൾ അതിലെ ഒരു ഉപമയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയത്. 24 അധ്യായവും 1151 വാക്യങ്ങളുമുള്ള പുസ്തകത്തിനകത്ത് പറയുന്നത് ദരിദ്രനായിരുന്നവൻ, വേദന അനുഭവിച്ചവൻ, ഭാരം അനുഭവിച്ചവൻ, ആരാരും സഹായിക്കാനില്ലാതിരുന്നവൻ, അവന് വേണ്ടി നിത്യ പരദീസ ദൈവം ഒരുക്കിയെങ്കിൽ ആ പരദീസ ഞങ്ങൾക്കുമുണ്ട്. അച്ഛാ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മതി. അവിടെ ലാസർ കണ്ടില്ല. പക്ഷെ ലാസർ ഇരിക്കുന്നത് ആര് കണ്ടു? ധനവാൻ കണ്ടു. ഇന്ന് രാത്രി എവിടെയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളെ എവിടെ പോകണമെന്ന് രാത്രി ചിന്തിക്കണം. ഇത്തിരി ഭാരവും ഇത്തിരി പ്രയാസവും കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളെ കിടന്ന് ഓടിച്ചാടി നമ്മളെ ചെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഞാൻ സാധാരണ പറഞ്ഞു സഭയിലുള്ള ഭാഷമാർക്ക് ജോലി മുഴുവനും ഒരു വേട്ടത്തെ ലിസ്റ്റ് കൊടുക്കും. വിടുതൽ വേണം. അത് വിശ്വാസി ഒരാഴ്ച പള്ളി കണ്ടില്ല. 1 മാസമായിട്ട് വിടുതൽ വേണം. പ്രാർത്ഥിച്ച് വിടുതലായി ആ കഴിച്ചിട്ടില്ല. കാണാൻ എവിടെ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഒന്ന് ഞാൻ പറയാം, ലാസറായാലും ധനവാനായാലും മരണത്തെ നേരിട്ടെ ഇല്ലല്ലോ. ആ വഴിയുണ്ടോ? ഒരു വഴിയില്ല. അതുകൊണ്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം നന്നായിട്ട് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി. വർഷങ്ങൾക്ക് മുൻപ് എന്റെ ദൈവം മരണത്തിൽ നിന്നൊരു നീക്കുപോക്ക് ദൈവം എനിക്ക് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പോകുന്നത് അത് റൂട്ട് ശരിയല്ലെങ്കിൽ ദൈവമേ മടങ്ങി വരിക. ഒരു ന്യായവിധി എന്റെ കുടുംബത്തിനകത്ത് വീഴരുത്. ഒത്തിരി ഭാഗം പറയാം. ലാസർ കണ്ടാൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ ലാസർ കണ്ടാൽ അവന് പശ്ചാത്താപം അല്ലേ? നമുക്കൊക്കെ ഭയങ്കര പശ്ചാത്താപം. ലാസറെ കാണിക്കാത്തതിന് കാരണമാണ്. അതിന് എപ്പോഴെങ്കിലും അവസരം ലഭിക്കുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി അവൻ അവിടെ കാണുകയാണ്. സ്തോത്രം അബ്രഹാം പിതാവിന്റെ മടിയിൽ ഹല്ലേലൂയ സ്തോത്രം വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സ്തോത്രം ലാസറിനെ അവൻ കണ്ടുകൊണ്ട് അവൻ അവിടെ കിടന്നുകൊണ്ട് പലതും ചിന്തിക്കുവാൻ തുടങ്ങി. പക്ഷേ അവൻ സ്തോത്രം അവന്റെ ഹല്ലേലൂയ ഭവനത്തിനകത്ത് അവന്റെ രാജകൊട്ടാരത്തിനകത്ത് അവന്റെ തീന്മേശയിൽ അവൻ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം പണിപ്പുരയിൽ കിടന്നിരുന്ന ലാസറിനെ അവൻ കണ്ടില്ല. കാണുന്നൊരു സമയമുണ്ട് മക്കളെ. ഇന്ന് രാത്രി വിശ്വസ്തയോടെ നമ്മൾ തീരുമാനിക്കണം നാം എവിടെ പോകണം എന്നുള്ളത്. ദൈവം അനുവദിച്ചാലും അതുകൊണ്ട് ലാസർ കണ്ടില്ല എന്നുള്ള വിഷയം നമുക്ക് പിന്നീട് ചിന്തിക്കുവാനിടയായി തീരട്ടെ. നിത്യമായിരിക്കുന്ന ന്യായവിധിയിൽ, നിത്യമായിരിക്കുന്ന സ്തോത്രം ശിക്ഷാവിധികൾ, നിത്യമായിരിക്കുന്ന യാതൊരു സ്ഥലത്തേക്ക് പോകാതെ വിശ്വസ്തയോടുകൂടെ ദിവസം നിൽക്കാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയത്ത് വേർതിരിച്ച സ്തോത്രം ദൃശ്യനോട് ഇവിടെയായിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മെ അറിയിച്ചുകൊണ്ട് എന്റെ ഏരിയവാക്കിയിരിക്കുന്ന ദൈവം നമ്മെ എവിടെയും സഹായിക്കും. ഹല്ലേലൂയ. അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ശബ്ദം ഇന്ന് രാത്രികാലം സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകി. ആമീൻ. അബ്രഹാമിനെ ആമീൻ ഹല്ലേലൂയ മടിയിൽ സ്വർഗ്ഗരാജ്യത്തിൽ ഹല്ലേലൂയ ലാസർ ഇരിക്കുന്നതായി ആമീൻ ഹല്ലേലൂയ ധനവാനായിരിക്കുന്ന മനുഷ്യൻ കാണുവാനിടയായി തീർന്നു എന്നുള്ളതായ ഭാഗം ദൈവദാസൻ ആമീൻ ആഴമായി സംസാരിക്കുവാനിടയായി തീർന്നു. തന്നെ തന്റെ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം അല്പസമയം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവവചനത്തെ ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. അതിനാധാരമായി ഇന്ന് സന്ധ്യാസമയം നമുക്ക് വായിക്കാം. വിശ്വാസത്തെക്കുറിച്ച് ആമീൻ അല്പസമയം നമുക്ക് ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനാധാരമായി ആമീൻ യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? അവിടെ യാക്കോബ് വ്യക്തമായി തന്റെ
ജനത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് അല്ലെങ്കിൽ ദൈവമക്കളോട് വിളിച്ചു പറയുന്ന ഒരു ഉപദേശമാണ് നമ്മൾ അവിടെ വായിച്ചു കേട്ടത്. അതിങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ചിന്തിച്ചോണേ. ഹല്ലേലൂയ. വിശ്വാസം ആഴമായി ഉണ്ട്, പക്ഷെ എന്തില്ല? പ്രവൃത്തിയില്ല. ഹല്ലേലൂയ. എനിക്ക് വിശ്വാസമുണ്ട് കർത്താവിൽ. ഹല്ലേലൂയ. ഞാൻ എന്റെ കുടുംബത്തിന് മാത്രമേ പ്രാർത്ഥിക്കുന്നു ഉള്ളൂ എന്നുള്ള ഒരു ധാരണ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ അത് വിശ്വാസം അല്ല. ആമേൻ. വിശ്വാസം മറ്റുള്ളവരിലേക്ക് കൈമാറേണ്ടതാണ്. വിശ്വാസം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടതാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഹല്ലേലൂയ, എനിക്ക് ആഴമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ അടക്കി വെച്ചുകൊണ്ടിരുന്നാൽ യാതൊരു പ്രയോജനമില്ല. ആ വിശ്വാസം ആഴത്തിൽ എന്റെ അകത്തളങ്ങളിൽ ഉള്ളത് കൊണ്ട് ഞാൻ ആ വിശ്വാസത്തെ ഹല്ലേലൂയ രാജമനുഷ്യരുടെ ജീവിതത്തെ ഓർത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയെ ഓർത്ത് ആ വിശ്വാസം, എന്നിലുള്ള വിശ്വാസത്തെ ഞാൻ ആ കുടുംബത്തിലേക്ക് പകരുകയാണ്. എന്താ? പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ കുടുംബത്തിന് മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ആ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ കരമൊന്ന് ചലിക്കണമേ. ഒരു ദൈവിക വിടുതൽ കാണാൻ ഇടയാകണമേ എന്നുള്ളതായിരിക്കുന്നൊരു പ്രാർത്ഥന എന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറപ്പെട്ടാൽ ആ കുടുംബത്തിനകത്തളങ്ങൾ ആണെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവൃത്തികളെ കണ്ടെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ കയ്യിൽ ഒരുപാട് നന്മയുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാ? ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഞാൻ ആർക്കും എന്ത് ചെയ്യുന്നില്ല? കൈമാറുന്നില്ല. എന്റെ അടുക്കൽ അല്ലെങ്കിൽ എന്റെ അരികിൽ എന്റെ ദേശത്ത് അനേക പ്രിയപ്പെട്ടവർ കഷ്ടതയുടെ നടുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ എന്തുണ്ട്? ഒത്തിരി നന്മയുണ്ട്. അത് ഞാനിങ്ങനെ വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ അതിൽ നിന്ന് നിനക്ക് കൊടുക്കുവാൻ കഴിവുള്ളത് നീ കഷ്ടതയുടെ നടുവിൽ ഇരിക്കുന്നവന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന് അവന് കൊടുക്കുമ്പോൾ അവന്റെ അകത്തളങ്ങളിലുള്ള ഒരു സന്തോഷമാണ് നിന്റെ മഹത്വം, നിന്റെ സന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത് വിശ്വാസമുണ്ട് പക്ഷേ പ്രവൃത്തിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. യാതൊരു പ്രയോജനം. ഒന്ന് വായിച്ചാട്ടാ വാക്യം ഒന്നും കൂടെ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ഹല്ലേലൂയ. ഉപകാരം എന്ത്? നമ്മൾ എല്ലാവരും വിശ്വാസികളാണ്, വിശ്വാസമുള്ളവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്ത് ചെയ്യണം? അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ അയൽവാസി നമ്മളോട് മിണ്ടാത്തവരായിരിക്കും, നമ്മളോട് പിണക്കമുള്ളവരായിരിക്കും. എങ്കിൽ നീ അകത്തളങ്ങളിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് തമ്പുരാൻ പറയുന്നത്. പ്രവൃത്തി, നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി വേണം. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൽ കൂടി ദൈവത്തിന്റെ മഹത്വം കണ്ട ഒരു മനുഷ്യനെ നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ മനുഷ്യനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ദൈവദാസൻ പറയാനിടയായി തീർന്നു. ആരെന്ന് ചോദിച്ചാൽ അബ്രഹാമാണ്. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ കൂടി ദൈവത്തിന്റെ മഹത്വം കണ്ട് സന്തോഷിച്ച ഒരു മനുഷ്യൻ. വിശ്വാസം മാത്രമല്ല, ദൈവം നമ്മളെ നോക്കുന്നത് പ്രവൃത്തിയിലൂടെ നോക്കും. നിന്റെ പ്രവൃത്തിയിലാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നിന്റെ പ്രവൃത്തിയിലാണ് നിന്റെ ജീവിതത്തിൽ വിടുതലുകളും സംഭവിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം മാത്രമല്ല, പ്രവൃത്തി കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കാൻ കഴിയൂ, ദൈവിക വിടുതലുകളെ പ്രാപിച്ചെടുക്കാൻ കഴിയൂ. ദൈവിക നന്മയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ 22-ാം അധ്യായം ഉൽപ്പത്തി 22-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയാൽ അവിടെ നമുക്ക് ആ മനുഷ്യനെ കാണാൻ കഴിയും. ഹല്ലേലൂയ.
വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ് അബ്രഹാം. ആമേൻ. ഊമ വിഗ്രഹങ്ങളെ വിറ്റ് ആമേൻ ഉപജീവനം കഴിഞ്ഞ് ആമേൻ അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ പോറ്റി നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ആമേൻ ഈ ആമേൻ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ. ആമേൻ 75-ാമത്തെ വയസ്സിൽ താൻ ദൈവത്തെ കാണുകയാണ്, അല്ലെങ്കിൽ ദൈവം തന്നോട് സംസാരിക്കുകയാണ്. ആമേൻ. തന്നെ തന്റെ ആമേൻ ഭവനങ്ങളിൽ നിന്ന്, തന്റെ പാരമ്പര്യത്തിൽ നിന്ന്, ആമേൻ തന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്ന് ആമേൻ തമ്പുരാൻ ഈ മനുഷ്യനെ വിളിച്ചു വേർതിരിക്കുകയാണ്. ആമേൻ. എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ വിളിച്ചു വേർതിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആമേൻ ഈ മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ ആമേൻ മനുഷ്യന്റെ കയ്യിൽ ആമേൻ ഹല്ലേലൂയ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ആമേൻ പിൻഗാമി എന്ന് പറയാൻ തനിക്കില്ല. 75 വയസ്സായിരിക്കുകയാണ്. ഈ 75 വയസ്സ് ഉള്ള സമയത്താണ് ദൈവം ഈ മനുഷ്യനെ വിളിച്ചു വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്ന് 24 വർഷം കൂടെ താൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കേട്ടുകൊണ്ട് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുകയാണ്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ആമേൻ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ ഏകദേശം 95 വയസ്സായപ്പോൾ തമ്പുരാൻ അവനൊരു തലമുറയെ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൻ തന്നെ അവൻ ഈ 75-ാമത്തെ വയസ്സിൽ വിളിച്ചു വേർതിരിക്കുമ്പോൾ ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആമേൻ ഹല്ലേലൂയ ആമേൻ ബ്രോൺസ് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ നിന്നെ ആമേൻ ഹല്ലേലൂയ ഞാൻ ആമേൻ ഹല്ലേലൂയ കടലിനരികിൽ കൊണ്ട് കാണിച്ചിട്ട് പറയുന്നു, ഈ മണൽ നിനക്ക് കണ്ടോ, ഈ മണൽ നിനക്ക് എണ്ണി തീർക്കാൻ കഴിയുമോ? ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ നിനക്ക് ചെയ്യും തലമുറകളെ തരും. നീ ആകാശത്തേക്ക് നോക്ക്, നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? ആമേൻ ഇതേപോലെ നിനക്ക് ചെയ്യും, ഞാൻ തലമുറകളെ തന്നെ മാനിക്കും. ആമേൻ. ഇങ്ങനെ വാഗ്ദത്തങ്ങൾ കേട്ട് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന അബ്രഹാമിന് ദൈവം ആമേൻ ഹല്ലേലൂയ ഒരു തലമുറയെ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അവിടെ മുതൽ 22-ാമത്തെ വാക്യം അധ്യായം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുന്ന അബ്രഹാമിനെ ദൈവം ചെറിയൊരു പരീക്ഷണം ചെയ്ത് നോക്കുകയാണ്. നിന്റെ വിശ്വാസത്തിന്റെ ആഴം എവിടം വരെ ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോടെ ആമേൻ. ചില വിശ്വാസത്തിൽ ചില ആമേൻ ഹല്ലേലൂയ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കടന്നു വരും. ഹല്ലേലൂയ. അത് രോഗങ്ങളായിട്ടായിരിക്കും, അത് തലമുറയുടെ വിഷയങ്ങളായിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് നന്മയുടെ വിഷയത്തിന്മേലായിരിക്കും. ആമേൻ. അത് പലവിധമായിരിക്കുന്ന വിഷയങ്ങളിൽ കൂടി നമ്മെ പരീക്ഷിച്ച് ആമേൻ ഹല്ലേലൂയ നിന്റെ വിശ്വാസത്തിന്റെ ആഴം എവിടം വരെ ഉണ്ടെന്ന് സ്വർഗ്ഗമെന്ന് അളക്കാൻ വേണ്ടി ചില പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. ആമേൻ. അല്ലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ആമേൻ നന്മയുടെ അല്ലെങ്കിൽ ചിലപ്പോൾ ആമേൻ സാമ്പത്തികമായ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും ആമേൻ ഇത് എന്താണ്? ആമേൻ നമ്മൾ വിശ്വാസിയായിരിക്കും, നമ്മൾ വിശ്വാസിയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ അല്ലെ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ പറയും ഇതെന്താ? പ്രതികൂലത്തിന്റെ ശക്തിയാണ്, ഇത് അന്ധകാലത്തിന്റെ ശക്തിയാണ്. ആമേൻ. അല്ലെങ്കിൽ ഇത് ആരോ ആഭിചാരപരം ചെയ്ത് വിട്ടതാ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നഷ്ടങ്ങൾ വരത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആമേൻ സങ്കടങ്ങൾ വരത്തില്ല. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണേ ആമേൻ. നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിന്നെ പരീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിന്നെ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ വിശ്വാസത്താൽ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആമേൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ ദൈവം കൊടുക്കുന്നതായ ആമേൻ ആ ചിന്തയാണ് 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ ആമേൻ ഹല്ലേലൂയ സന്തോഷത്തിൽ ഇരിക്കുന്ന അബ്രഹാം വളരെ സന്തോഷത്തിലിരിക്കുക, വളരെ സന്തോഷത്തിൽ. കാരണം ആമേൻ ഹല്ലേലൂയ 95-ാമത്തെ വയസ്സിൽ തനിക്കൊരു പുത്രനെ കിട്ടി. ദൈവം പറഞ്ഞതുപോലെ ആമേൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞതുപോലെ ആമേൻ തമ്പുരാൻ അവന് കൊടുത്തു. അതവന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. അവൻ വളരെ സന്തോഷത്തിലാണ്. ആമേൻ ഹല്ലേലൂയ അവന്റെ ജീവിതം വളരെ ആമേൻ ആനന്ദത്തിൽ മുൻപോട്ട് പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിന് ആഗ്രഹം ഇവന്റെ വിശ്വാസം എവിടം വരെയുണ്ട്, ഇവന്റെ വിശ്വാസത്തിന്റെ ആഴം എവിടം വരെയുണ്ട്, ഇവന്റെ വിശ്വാസത്തിന്റെ ആഴം ആമേൻ ഹല്ലേലൂയ എവിടം വരെ ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നത് പരീക്ഷിക്കാൻ തമ്പുരാൻ ചില പരീക്ഷണങ്ങൾ മുൻപിലോട്ട് വെക്കുകയാണ്. ജീസസ് ഹല്ലേലൂയ. വായിക്കാം അതിന്റെ 1-ാം വാക്യം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു
വിളിച്ചത്. എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്ന വാക്കാണ് ഹല്ലേലൂയ, വളരെ സങ്കടപ്പെടുത്തുന്ന, ആമേൻ ഹല്ലേലൂയ, ഹൃദയത്തെ തകർത്തു കളയുന്ന, ഹല്ലേലൂയ, ആമേൻ കണ്ണുകൾ നനയ്ക്കുന്ന, ആമേൻ ഒരു വാക്ക് തമ്പുരാൻ പറയുക. ആദ്യം അവനെ അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അവൻ വിളി കേട്ടു. ഹല്ലേലൂയ, വളരെ ആനന്ദത്തോടെ വിളി കേട്ടു. ഹല്ലേലൂയ, എന്തൊക്കെയോ വാഗ്ദത്തങ്ങൾ നൽകാൻ പോകുകയാണെന്ന് അവൻ വിചാരിച്ചു. ഹല്ലേലൂയ, അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ ഉടനെ അവൻ ആമേൻ ഹല്ലേലൂയ ആ വിളിക്ക് മറുപടി കൊടുക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും. അടുത്ത ആമേൻ ഹല്ലേലൂയ, ആമേൻ ആ വിളിയുടെ പുറകിൽ അടുത്ത ആമേൻ വാക്ക് അല്ലെങ്കിൽ അവനോട് നിർദ്ദേശിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് അവനെ തളർത്തുന്നത്, അവനെ ഭാരപ്പെടുത്തുന്നത്, അവനെ വേദനപ്പെടുത്തുന്നത്, അവനെ ചഞ്ചലിപ്പിക്കുന്നത്, അവനെ നിരാശനാക്കി കളയുന്നത്, അങ്ങനെ അവന്റെ വിശ്വാസത്തെ ചോർത്തിക്കളത് അല്ലെങ്കിൽ അവനെ മൗനമാക്കി കളയുന്ന അടുത്ത വാക്യമാണ് അവനെ പരാജയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത നിന്റെ മകൻ, അവൻ നിന്റെ മകൻ, നീ അധികമായി സ്നേഹിക്കുന്ന മകൻ. ഹല്ലേലൂയ, അധികമായി സ്നേഹിക്കുന്ന മകൻ. ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്നു. അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാമെന്ന്. ഒരു മാതാപിതാക്കന്മാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ ദൈവശക്തമാണ്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് സ്വർഗ്ഗം കൈമാറുന്നത്. ഹല്ലേലൂയ, നീ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചു കാണും, നീ വളരെ സന്തോഷത്തിലായിരിക്കും. പക്ഷേ ചില പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരാനുണ്ട്. ആമേൻ, ചില പരീക്ഷകളിൽ കൂടി ദൈവം നിന്നെ കടത്തിവിടും. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ മുടിച്ചു കളയാനല്ല, നിന്നെ ഇല്ലാതാക്കി കളയാനല്ല, ആമേൻ നിന്നെ ശോധന ചെയ്തൊന്ന് പുറത്തു കൊണ്ടുവരാനാ. ആമേൻ നിന്റെ വിശ്വാസത്തെ ഒന്നും കൂടെ തീയാക്കി മാറ്റാൻ ആമേൻ ദൈവം ചില ആമേൻ ഹല്ലേലൂയ പരീക്ഷ നിന്റെ ജീവിതത്തിലേക്ക് കടത്തിവിടുകയാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവിടെ പറയുന്നു, നീ അധികമായി സ്നേഹിച്ച നിന്റെ മകനെ, ആമേൻ ഹല്ലേലൂയ, നിന്റെ കൂടെ കൂട്ടി നടത്തുന്ന നിന്റെ മകനെ, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ട്, അവനെ മാത്രം കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം? മോര്യാദേശത്തേക്ക് നീ കടന്നു വാ. എന്തിനാണ്? ഒരു യാഗത്തിന് ഒരുങ്ങിക്കോ. ഹല്ലേലൂയ, ഒരു യാഗത്തിന് ഒരുങ്ങിക്കോ. ആമേൻ, നിന്റെ മകനെ ഒരു യാഗം കഴിക്കാനായി കൊണ്ടുവരിക. ഹല്ലേലൂയ. ഈ ദൈവത്തെ ആരാധിക്കും? ഈ ദൈവസന്നിധിയിൽ ആര് പ്രാർത്ഥിക്കും? യേശുവിന്റെ നാമത്തിൽ ഈ ദൈവസന്നിധിയിൽ ആര് മുട്ടുമടക്കും? ഹല്ലേലൂയ, ആമേൻ. തന്നിട്ട് തിരികെ എടുക്കുന്ന ഒരു ദൈവമോ? തന്നിട്ട് ഇല്ലാതാക്കി കളയുന്ന ഒരു ദൈവമോ? ആമേൻ, തന്നിട്ട് മുടിച്ചു കളയുന്ന ഒരു ദൈവമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അന്ന് വരെ താലോലിച്ചുകൊണ്ട് നടന്ന മകൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യാഗത്തെ കുറിച്ച് നന്നായി അറിയുന്ന അബ്രഹാമാണ്. യാഗം കഴിക്കുന്ന ആമേൻ ഹല്ലേലൂയ അവന്റെ ജീവിതത്തിന്റെ ആമേൻ അവൻ ദൈവമായിട്ടുള്ള ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ അവൻ യാഗം കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനാ, ദൈവത്തിന് പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുന്നവനാ. ഹല്ലേലൂയ. അത് ആടാ, അത് മാനലീയ കാളയ, അത് പ്രാവ, ഇങ്ങനെ പലവിധമായിരിക്കുന്ന പക്ഷികൾ മൃഗയാദികളെ കൊണ്ട് ദൈവത്തിന് യാഗം കഴിച്ച് പ്രസാദം വാങ്ങിക്കുന്ന മാനലീയ അബ്രഹാമാണ്. ഈ അബ്രഹാമിനോടാണ് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇന്ന് രാത്രികാലം വിളിച്ചു പറയുന്നത്. ആമേൻ, അബ്രഹാമേ, ആമേൻ, നീ എന്ത് ചെയ്യണം? നിന്റെ മകനെ എനിക്ക് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചോദിക്കും, ഇത്ര നികൃഷ്ടമായ ഒരു ദൈവമുണ്ടോ? ഇത്ര ആമേൻ കണ്ണിൽ ചോരയില്ലാത്തൊരു ദൈവമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ മുൻപേ നിന്റെ മേലുണ്ട്. വാഗ്ദത്തങ്ങൾ തലമുറ നാളിൽ ഉണ്ടാകുന്നത് മുൻപേ നിന്റെ മേൽ തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മറന്നു പോകരുത്. എന്തിനാണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. നീ മറന്നു പോകാതിരിക്കാൻ ഹല്ലേലൂയ തമ്പുരാൻ ആമേൻ അടുത്തത് നിന്നെ കൈമാറുകയാണ്. ആമേൻ, ഹല്ലേലൂയ. തമ്പുരാൻ തലമുറ കൊടുക്കുന്നതിന് മുമ്പേ തമ്പുരാൻ വാക്ക് പറഞ്ഞതാണ്, നിന്റെ തലമുറയിൽ കൂടി ഒരു വലിയ സൈന്യത്തെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്റെ തലമുറയിൽ കൂടി വലിയ സമ്പന്നന്മാരെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്റെ തലമുറയിൽ കൂടി അവൻ വൻ രാജാക്കന്മാരെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന്
ഉറക്കത്തെ പറഞ്ഞ ദൈവമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വിശ്വാസം അകത്തളങ്ങളിൽ ആദിമ കാലഘട്ടങ്ങളിൽ കൊടുത്ത വിശ്വാസം ചോർന്നു പോയിട്ടുണ്ടോ? ആമേൻ ഹല്ലേലൂയ. അത് തകർന്നു പോയിട്ടുണ്ടോ? ആമേൻ ഹല്ലേലൂയ. അതിന് ആമേൻ കുറവ് സംഭവിച്ചിട്ടോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവം ഒരു ടെസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോണം. നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട്, നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട്, നിന്റെ ജീവിതത്തിൽ വരുന്ന മരണപരമായിരിക്കുന്ന പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് രാത്രികാലം വിളിച്ചു വരാ. എന്റെ ദൈവങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന് അത് ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ടാണ്, ഉത്തമമായ ബോധ്യം അകത്തളങ്ങളിൽ ഉണ്ടായതുകൊണ്ട് മകന്റെ കരത്തെ ആമീൻ അബ്രഹാം പിടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിന്റെ അടുക്ക പോലും ആമേൻ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. കാരണം അബ്രഹാമിന് അറിയാം, ആമേൻ ഹല്ലേലൂയ, സ്വന്തം ഭാര്യയാണ്, ആമേൻ, കാര്യം ശരിയാണ്. ഈ കുഞ്ഞിന്റെ മകനല്ല, അമ്മയാണ്, കാര്യം ശരിയാണ്. പക്ഷേ അവരുടെ ഈ വാക്ക് പറഞ്ഞാൽ, ഈ വാർത്ത അവരുടെ ചെവിയിലെത്തിയാൽ, ആമേൻ ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ മഹത്വം എനിക്ക് കാണാൻ കഴിയത്തില്ല, ഈ ദൈവത്തിന്റെ വിടുതൽ എനിക്ക് കാണാൻ കഴിയത്തില്ല, ഈ ദൈവത്തിന്റെ നന്മ എനിക്ക് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ, തടസ്സമായി നിൽക്കുന്നതിന്റെ അടുക്കൽ പറയാതെ ആമേൻ ഹല്ലേലൂയ, അബ്രഹാം തന്റെ മകന്റെ കരത്തെ പിടിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഒന്നും മറച്ചു പറയാതെ, ഒന്നും മറച്ചു പറയാതെ, സങ്കടപ്പെടാതെ, ഹല്ലേലൂയ, ആമേൻ, സകലതും ആമേൻ ഉള്ളിലൊതുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിശ്വസ്തനായി നിന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ, ദൈവമേ നീയാണ് എനിക്ക് തന്നത്. ഇന്ന് രാത്രികാലം വിളിച്ചു പറ, ഹല്ലേലൂയ, നിന്റെ തലമുറ ആമേൻ ഹല്ലേലൂയ നിന്നോടൊപ്പം ഇല്ലെങ്കിൽ, നിന്റെ തലമുറ ആമേൻ നീ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ, ആമേൻ നിന്റെ തലമുറയ്ക്ക് നന്മ ആമേൻ വരുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം വിളിച്ചു പറ, ആമേൻ സ്വർഗ്ഗമേ നീയാണ് എനിക്ക് തന്നത്, ആമേൻ നീയാണ് എന്റെ ആമേൻ വാഗ്ദത്തം തന്നിരിക്കുന്നത്, ആമേൻ ഹല്ലേലൂയ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാ, ആമേൻ എനിക്ക് മടക്കി തരും, എന്റെ ജീവിതത്തിൽ നന്മ നീ തരും എന്റെ തലമുറയിൽ കൂടെ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അബ്രഹാം തന്റെ കുഞ്ഞിനെ ആമേൻ ഹല്ലേലൂയ യാഗം കഴിക്കുവാൻ ഉറപ്പിച്ചുകൊണ്ട് ആമേൻ കടന്നു പോകുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത വാക്യങ്ങൾ വായിച്ചു. ഹല്ലേലൂയ. അബ്രഹാം ആദ്യകാലത്ത് എഴുന്നേറ്റ്, എന്നും എഴുന്നേൽക്കുന്നതിനേക്കായി കുറച്ചുകൂടെ നേരത്തെ അബ്രഹാം എഴുന്നേൽക്കുകയാണ്. ആമേൻ. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു, ആമേൻ, കഴുതയെ കോപ്പിട്ട് കെട്ടി, ബാലിക്കാർ രണ്ടുപേരെയും കൂടെ ആമേൻ ഹല്ലേലൂയ ഒരു സഹായത്തിനായി രണ്ടുപേരെയും കൂടെ കൂട്ടി, ആമേൻ ഹല്ലേലൂയ മകനെയും മകനുമായി അവർ യാഗം കഴിക്കാൻ പോവുകയാണ്. ആമേൻ, ഒരു വലിയ ദൂരയാത്ര. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതുപോലെ ഒരു 3 ദിവസം അവർ യാത്ര ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വിറവ് കീറുമ്പോഴും ആമേൻ ഹല്ലേലൂയ അടുക്കി വെക്കുമ്പോഴും ആമേൻ എല്ലാ സാമഗ്രികളും ആമേൻ ഒതുക്കി വെക്കുമ്പോഴും ആമേൻ മാതാവ് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കാം, മാതാവ് ചോദിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്? അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ 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 ആ യാഗത്തിന്റെ വസ്തു എവിടെയാണ്? ആമേൻ ഹല്ലേലൂയ നിങ്ങൾ എത്ര ദിവസത്തെ ദൂരമാണ് പോകുന്നത്? ആമേൻ ഹല്ലേലൂയ. ഇതൊക്കെ ഈ മാതാവിന്റെ ഹൃദയത്തിലെ ഒരു ചോദ്യചിഹ്നമായി നിന്നേക്കാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഒരു മറുപടിയും ആമേൻ ഹല്ലേലൂയ സ്വന്തം ഭാര്യയോട് സംസാരിക്കാതെ, ആമേൻ ഹല്ലേലൂയ സ്വന്തം മകനുമായി, ആമേൻ ഹല്ലേലൂയ തന്റെ ആമേൻ ബാല്യക്കാരുമായി താൻ ആമേൻ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ പ്രകാരം യാത്ര ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ദൈവം നിനക്ക് തന്നതിനെ, ദൈവം നിനക്ക് തന്ന നന്മയെ, ദൈവം നിനക്ക് തന്ന ആമേൻ ഹല്ലേലൂയ അനുഗ്രഹത്തെ, ദൈവം നിനക്ക് തന്ന ആരോഗ്യത്തെ ആമേൻ ഹല്ലേലൂയ നിനക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുമോ? ആമേൻ നിനക്ക് ദൈവത്തിന് തന്ന ഹല്ലേലൂയ തലമുറയെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുമോ? ദൈവം നിനക്ക് തന്ന കാലടി ആരോഗ്യത്തെ ഇന്ന് രാത്രികാലം ദൈവത്തിന് കൊടുക്കാൻ കഴിയുമോ? ഇന്ന് രാത്രികാലം ദൈവത്തിന് നന്മയെ നിനക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ആമേൻ,
ഹല്ലേലൂയ, ഒരു കാലിൽ പിറുപിറുപ്പും കൂടാതെ ആമേൻ ഹല്ലേലൂയ ഒന്നും ആമേൻ മറുത്തു പറയാതെ അബ്രഹാം തന്റെ തലമുറയുമായി യാഗം കഴിക്കുവാനായി താൻ കടന്നു പോകുകയാണ്. 3 ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാല്യനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. മല അവർ കണ്ടു, ആ ദേശം അവർ കണ്ടു, ആ പട്ടണത്തിൽ ആ മലയുടെ താലിൽ അടിവാരത്ത് അവർ ചെന്നു. ഹല്ലേലൂയ, അവിടെ ചെന്നു. ആമീൻ, ആ മലയിലേക്ക് അവർ നോക്കി. ആമീൻ, നോക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ചയുണ്ട്, വലിയ കയറ്റമുള്ള ഒരു മല. ഹല്ലേലൂയ. അപ്പോൾ ആമീൻ ഹല്ലേലൂയ, ആമീൻ അബ്രഹാം പറയുന്ന ഒരു വാക്കുണ്ട്, ആമീൻ ഞാൻ ആരാധനയ്ക്ക് പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ബാല്യക്കാര, നിനക്ക് വിശ്വാസം കുറവായിരിക്കും. ബാല്യക്കാര, നീ ആമീൻ ദൈവ പൈതലല്ലായിരിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്നാൽ മതി. ഞാനും എന്റെ പൈതലും, വിശ്വാസത്തിന്റെ ആഴം കണ്ടോ, ഞാനും എന്റെ പൈതലും കേട്ട ആമീൻ ദൈവശബ്ദം ആമീൻ മറിച്ചാണ്. ദൈവശബ്ദം കേട്ടത് ആമീൻ അവിടത്തോളം ചെന്ന് ആമീൻ നിന്റെ മകനെ ആമീൻ ഹല്ലേലൂയ നിനക്ക് തന്ന ഹല്ലേലൂയ ദാനമായി തന്ന മകനെ ആമീൻ ഇസ്ഹാക്ക് എന്ന് പറയുന്ന മകനെ നീ ആ മലയിൽ ആമീൻ ഹല്ലേലൂയ കൊണ്ടുപോയി യാഗം കഴിക്ക എന്നാണ് ദൈവം പറഞ്ഞത്. അബ്രഹാമിന്റെ വിശ്വാസം കണ്ടോ? അബ്രഹാം പറയുന്നു, ഹല്ലേലൂയ ബാല്യക്കാരെ, നിങ്ങൾ ഇവിടെ താഴ്വരയിൽ നിൽക്കുക. ആമീൻ, ഞാനും എന്റെ ആമീൻ കുഞ്ഞും, അല്ലെങ്കിൽ ഞാനും എന്റെ മകനും അവിടത്തോളം ചെന്നിട്ട് ആമീൻ ദൈവത്തിന് യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം വിശ്വാസം അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പറ, ആമീൻ നിന്റെ നേരെ വരുന്ന പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് പറ, ഹല്ലേലൂയ, ഈ പ്രതികൂലങ്ങളെ മറികടന്ന് കടക്കോ. ആമീൻ, ഈ പ്രതിസന്ധികളെ മറികടന്ന് കടക്കോ. കാരണം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആമീൻ. അതാ വിശ്വാസത്തിന്റെ ആഴം. ആമീൻ ഹല്ലേലൂയ. ഞാനും എന്റെ കുഞ്ഞും ആമീൻ പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? മടങ്ങി വരും. ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. ആമീൻ, ഞങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമീൻ ഇവിടെ ഇരിക്കുന്ന മാതാ പിതാക്കന്മാരെ നിങ്ങൾ പറ, ആമീൻ നിങ്ങളുടെ തലമുറയെ നോക്കിക്കൊണ്ടാണോ നിങ്ങൾക്ക് വ്യാകുലപ്പെടുന്നത്? ആമീൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ടാണോ വ്യാകുലപ്പെടുന്നത്? ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പറ, ആമീൻ ഹല്ലേലൂയ, എന്റെ തലമുറ ദൈവപ്രവൃത്തി കാണും. ആമീൻ, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമീൻ, എന്റെ പ്രിയപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കും. എന്റെ പ്രിയപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കും. എന്തിനാ? ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ തലമുറയ്ക്ക് എന്ത് ചെയ്യും? നല്ലൊരു ഭാവി ഉണ്ടാകും. ആമീൻ, ഹല്ലേലൂയ. ആമീൻ. ഇവിടെ അതിന് ഒരു സാഹചര്യവുമില്ല. ആമീൻ, ഹല്ലേലൂയ. ആ വാക്കാണ് അബ്രഹാം കേട്ടത്. അബ്രഹാം പറയുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? മടങ്ങി വരും. ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾ മടങ്ങി വരും. ഇന്ന് രാത്രികാലം വിശ്വാസമുണ്ടോ? ആമീൻ, ഇന്ന് രാത്രികാലം വിശ്വാസമുണ്ടോ? നിന്റെ ദൈവത്തിലേക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ആമീൻ, ഞാൻ മടങ്ങി വരും. ആമീൻ, ഹല്ലേലൂയ. ആമീൻ, ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ദാവീദ് വിളിച്ചു പറയുകയാണ്, ഈ മതിലെന്തിയും ഞാൻ ചാടിക്കിടക്കുമെന്ന് ദൈവത്താൽ. പ്രതികൂലം മുൻപിൽ നിൽക്കുകയാ, പ്രതിസന്ധികൾ മുൻപിൽ നിൽക്കുകയാ. ദാവീദ് പറയുകയാ, ഞാൻ എന്ത് ചെയ്യും? ഇത് ചാടിക്കടക്കും, ഇത് ചാടിക്കടക്കും, ഇത് ചാടിക്കടക്കും. ഇന്ന് രാത്രികാലം അതേ അല്ലെങ്കിൽ അബ്രഹാം പറയുക, ഞാനും എന്റെ മകനും മടങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ഈ കുഞ്ഞിതൊന്നും അറിയില്ലെങ്കിൽ ആമീൻ അവനോട് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. യവനോട് ഈ വിഷയം പറഞ്ഞിട്ടില്ല. അപ്പൻ ഇതെല്ലാം സഹിച്ചുകൊണ്ട് മനസ്സൊതുക്കിക്കൊണ്ട് മകനുമായി പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൻ യാഗം കഴിക്കുന്നത് മകൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൻ ആമീൻ യാഗമൃഗത്തെ അറക്കുന്നത് ഈ മകൻ കണ്ടിട്ടുണ്ട്. ആമീൻ രക്തം വീഴുന്നത് ഈ മകൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ രണ്ടു പേരും കൂടെ മല കയറുകയാണ് മുകളിലേക്ക്. ഹല്ലേലൂയ. മകന്റെ ചുവലിലേക്ക് അപ്പൻ ഹല്ലേലൂയ യാഗം കഴിക്കാനുള്ള ദഹിപ്പിക്കുന്ന
ദഹിപ്പിച്ചു കളയാനുള്ള, ഭസ്മമാക്കി കളയാനുള്ള വിറക് മകന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പൻ കത്തിയും തീയുമായി പിറകിൽ അതിന് മുൻപേ നടക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലേക്ക് അവർ നല്ലതും കടന്നു പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, എന്ത് സംഭവിക്കുമെന്ന് ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നദിയുടെ സ്തോത്രം. ആമേൻ, നോക്കി നിൽക്കുന്നവർക്ക് പറയാൻ കഴിയത്തില്ല ഇവിടെ നീ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, തിരിച്ചു വരുമോ ഇല്ലയോ എന്ന്. ആമേൻ, നോക്കി നിൽക്കുന്നവർക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിൽ അബ്രഹാം വിശ്വാസത്തിൽ ഉറച്ചവനായതുകൊണ്ട് അവരുടെ വിശ്വാസമുണ്ട്. അവൻ പറഞ്ഞതുപോലെ ഞാനും എന്റെ മകനും മടങ്ങി വരും, നിങ്ങൾ ഇവിടെ നിൽപ്പി. ഹല്ലേലൂയ. രണ്ടുപേരും ആമേൻ മലയിലേക്ക് കടന്നു പോകുകയാണ്. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു വാക്കാണ് മകൻ ചോദിക്കുന്നത്. അതുവരെയും ആമേൻ അപ്പന്റെ കൂടെ നടക്കുകയാണ്. ആമേൻ, മല കയറുമ്പോൾ ആമേൻ വിറക് തലയിലുണ്ട്. ആമേൻ, ഈ കുഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പ ആമേൻ തീയും വിറകും നമ്മുടെ കാലിൽ പക്കലുണ്ട്, പക്ഷേ ആമേൻ എന്തില്ല. ഓ, യേശുവിന്റെ നാമത്തിൽ ഒരു അപ്പന്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന ചോദ്യമാണ്. ഒരു അപ്പന്റെ മനസ്സിനെ ആമേൻ ഉരുക്കി കളയുന്ന ചോദ്യമാ ചോദിക്കുന്നത്. മകൻ ചോദിക്കുകയാണ്. അപ്പ അത് കാരണം അവൻ കണ്ടിട്ടുണ്ട് അപ്പന്റെ കൂടെ പോകുമ്പോൾ യാഗമൃഗമുണ്ട്. ആ യാഗമൃഗമായി പോയാണ് അപ്പനും മകനും യാഗം കഴിക്കുന്നത്. ആമേൻ, പക്ഷേ ഈ സന്ദർഭത്തിൽ യാഗമൃഗമില്ല. ആമേൻ, വിറകും തീയും കത്തിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മകൻ ചോദിക്കുന്ന ചോദ്യമാണ്, അപ്പ യാഗമൃഗം എവിടെ? ജീസസ്. വിശ്വാസത്തിന്റെ ആഴം കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം നിങ്ങൾ കണ്ടോ? ഇന്ന് രാത്രികാലം ആമേൻ, ഹല്ലേലൂയ, ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ഇതിനകത്ത് പോകാവൂ. ഹല്ലേലൂയ. അപ്പൻ പറയുന്ന വാക്ക്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കി. ഹല്ലേലൂയ. അപ്പന്റെ മറുപടി ഉണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ദൈവം നമുക്ക്, ദൈവം നമുക്ക്. ആമേൻ. അതാണ് വിശ്വാസത്തിന്റെ ആഴം, വിശ്വാസത്തിന്റെ ഉറപ്പ്. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തിന് നടുവിലും ആമേൻ നിന്ന് പറയാൻ ഒരു തന്നടം വേണം. എന്റെ ദൈവമോ എനിക്ക് വേണ്ടി കരുതും, എന്റെ ദൈവമോ അവൻ എന്റെ ഭാവിക്ക് വേണ്ടി കരുതും, എന്റെ ദൈവമോ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരുതും, എന്റെ ദൈവമോ എന്റെ ഭവനത്തിന് വേണ്ടി കരുതും. അതാണ് വിശ്വാസത്തിന്റെ ആഴം. ആമേൻ. അബ്രഹാം പറയുന്ന വാക്കാണ്. ആമേൻ, കുഞ്ഞിനോട് മറുപടി കൊടുക്കുന്ന വാക്കാ. ആമേൻ, തമ്പുരാൻ ദൈവം നമുക്ക് വേണ്ടി ഒരു യാഗമൃഗത്തെ കരുതും. ഹല്ലേലൂയ. ആമേൻ. ഈ വാക്ക് കേട്ടുകൊണ്ട് അപ്പന്റെ പിറകെ പോകുന്ന ഒരു മകൻ. ഹല്ലേലൂയ. അവരിരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്തെത്തി. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്തെത്തി. ഹല്ലേലൂയ. അപ്പൻ ഹല്ലേലൂയ. ആമേൻ, മകനെ യാഗം കഴിക്കാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. അന്ന് വരെ ആമേൻ മൃഗത്തിന്റെ ആമേൻ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ച് രക്തം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒരുക്കി ആമേൻ പ്രസാദത്തെ വാങ്ങിച്ചവൻ, ഹല്ലേലൂയ അനുഗ്രഹത്തെ വാങ്ങിച്ചവൻ ആമേൻ ഇന്ന് യാഗം കഴിക്കാൻ പോകുന്നത് തന്റെ മകനെയാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ആമേൻ ഹല്ലേലൂയ വേദന ഉള്ളിൽ അമക്കി പിടിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ യാഗപീഠത്തിന്റെ ഓരോ കല്ലുകളും ആമേൻ ആമേൻ അബ്രഹാം പറക്കുമ്പോൾ ആമേൻ ഇന്ന് രാത്രിക്കാലം നമുക്കൊന്ന് ചിന്തിക്കാമെന്നേ ഉള്ളൂ. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും, അവന്റെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആമേൻ ഹല്ലേലൂയ യാഗപീഠത്തിന്റെ പണി കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ വിറകുകൾ അടുക്കി കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഞാൻ ആരെ ആമേൻ ഹല്ലേലൂയ കിടത്തേണ്ടോ, ഞാൻ ആരെയാണ് യാഗം കഴിക്കേണ്ടതെന്നുള്ളതായ ഒരു വലിയ ആവരാതി അവന്റെ ഹൃദയത്തിനകത്തുള്ളവരെ കാണാം. ഹല്ലേലൂയ. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവൻ യാഗത്തിന് പീഠമടിക്കാൻ കല്ലുകൾ പറക്കി അടുക്കുകയാണ്. കല്ലടുക്കി യാഗമുണ്ടാക്കി വിറകുകൾ അതിന് മേലടുക്കി ആമേൻ ഹല്ലേലൂയ മകനെ വിളിച്ചു.
മകൻ നോക്കി നിൽക്കുകയാണ് അപ്പൻ ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൻ മകനെ വിളിച്ചു. ഹല്ലേലൂയ. അപ്പന്റെ വിളി കേട്ട് മകൻ അടുത്തേക്ക് ചെല്ലുകയാണ്. ആമീൻ. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലായി അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. കാരണം 75 വർഷക്കാലം ആമീൻ ഹല്ലേലൂയ 9 വർഷക്കാലം ആമീൻ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു മകനാണ്. ഹല്ലേലൂയ. ആമേൻ. 95 വർഷക്കാലം ആമേൻ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥന കഴിച്ച് കിട്ടിയ ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞിനെയാണ് ഈ യാഗത്തിന് വേണ്ടി ഹല്ലേലൂയ അപ്പൻ അടുക്കിലേക്ക് വിളിച്ചിട്ട് അവന്റെ കൈകൾ പുറകിൽ പിടിച്ച് കെട്ടുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എത്ര അനുസരണമുള്ള ഒരു കുഞ്ഞ്, ഹല്ലേലൂയ. എത്ര മൗനമായി നിൽക്കുന്ന ഒരു കുഞ്ഞ്, ഹല്ലേലൂയ. ആമേൻ. അവന്റെ കരങ്ങളെ പിടിച്ച് പുറകിലോട്ട് കെട്ടുമ്പോൾ അവൻ ഒന്ന് മനസ്സിലാക്കി കാണും. ആമേൻ. ഈ യാഗവസ്തു ആമീൻ അപ്പൻ പറഞ്ഞത് ഇവിടെ ഇല്ല. ആമീൻ യാഗമായി പോകാൻ പോകുന്നത് ഞാനാണ്. ഹല്ലേലൂയ. അവൻ ഒരു കാര്യം അറിയാം. ആമീൻ ഞാൻ യാഗമായി മാറുന്നത് ആമീൻ എന്റെ അപ്പന് വേണ്ടിയല്ല, എന്റെ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ യാഗമായി മാറാൻ പോകുന്നത് എന്നുള്ളതായ ഉത്തമ ബോധ്യം അവന് അകത്തളങ്ങൾ വ്യാപരിച്ചു കാണും. അതുകൊണ്ടാണ് അവൻ കരങ്ങൾ പുറകിൽ കെട്ടാൻ അനുവദിച്ചത്. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അപ്പൻ പിടിച്ചതുപോലെ അവൻ കരങ്ങളെ പുറകിൽ പിടിച്ച് കെട്ടി ആമേൻ ഹല്ലേലൂയ ഈ മകനെ അപ്പൻ യാഗപീഠത്തിന് മേൽ കിടത്തുകയാണ്. എത്ര അനുസരണയുള്ള, എത്ര ദൈവഭയമുള്ള, അപ്പനോട് സ്നേഹമുള്ള ഒരു തലമുറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഇന്നത്തെ തലമുറകളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആമേൻ. ഈ തലമുറയെ താരതമ്യപ്പെടുത്തി നോക്കുക. യേശുവിന്റെ നാമത്തിൽ. കാരണം എന്തെന്നറിയാമോ? അവൻ ആലിൽ ജനിച്ചപ്പം മുതൽ അവൻ അപ്പന്റെ കൂടെ ദൈവത്തെ ആരാധിച്ചു വരുന്നവനാണ്. അല്ലെങ്കിൽ അവൻ ജനിച്ചപ്പം മുതൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിയ അവൻ തുടങ്ങുന്നത് കണ്ടവനാ. അവൻ ജനിച്ചപ്പം മുതൽ അവൻ യാഗങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് കണ്ടവനാ. ഇന്ന് രാത്രിക്കാലം തലമുറകൾ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു വളരട്ടെ. തലമുറകൾ ദൈവത്തിന്റെ സഭയിൽ ഇടവിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടു വളരട്ടെ. തലമുറകൾ ദൈവസഭയിൽ നിങ്ങൾ ഉപവസിക്കുന്നത് കണ്ടു വളരട്ടെ. ദൈവസഭയിൽ തലമുറകൾ നിങ്ങൾ കൊടുക്കുന്നത് കണ്ടു വളരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ കിടത്തി കൈകൾ കാലും കെട്ടി ആമേൻ യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തിയിട്ട് ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന വാക്യമാ. ആമേൻ ഹല്ലേലൂയ. അരയിൽ തൂക്കിയിരുന്ന കത്തി അബ്രഹാം എടുക്കുകയാ. ഹല്ലേലൂയ. സ്വന്തം രക്തത്തെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ നന്മ നിനക്ക് കൊടുക്കാൻ മടിയാ. ആമേൻ നിനക്കൊരു ഹല്ലേലൂയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടിയാ. ഇന്ന് രാത്രികാലം ദൈവം പറയുകയാ. ഹല്ലേലൂയ. ഇതിനൊന്നും ഞാൻ പ്രസാദിക്കുന്ന ദൈവമല്ല, പ്രവൃത്തിയിൽ മാത്രമേ ഞാൻ പ്രസാദിക്കത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, വിശ്വാസം പ്രവൃത്തിയായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് അവൻ നിന്റെ അടുക്കൽ കിടന്നിന്റെ അയൽവാസി രോഗിയായി കിടക്കുന്നവന് അവൻ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിന്റെ വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് അവൻ നിനക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ അയൽവക്കത്ത് കിടക്കുന്നവൻ പട്ടിണിക്ക് കിടക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു നേരത്തെ ആചാരത്തിന്റെ വഴി നിനക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നിന്റെ വിശ്വാസം എവിടെ? ഗ്ലോറി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തമ്പുരാൻ ഹല്ലേലൂയ ഒരു വിശ്വാസത്തിന്റെ പരീക്ഷണം നിന്റെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടത്. ഹല്ലേലൂയ. ഇവിടെ കത്തിയെടുത്ത് അബ്രഹാം ആമേൻ ഹല്ലേലൂയ ഒന്നും നോക്കാതെ ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ കണ്ണുകൾ നിറവോടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ചങ്ക് തളർന്നുകൊണ്ട് ആമേൻ ദൈവസന്നിധി ദൈവം തന്നതിനെ യാഗം കഴിക്കാനായി കത്തിയെടുത്ത് ആമേൻ ഒരു ദൈവം കൂടാതെ അവൻ വിശ്വാസത്തെ പരീക്ഷിച്ച ദൈവം മനസ്സറിഞ്ഞിട്ട് സന്തോഷിച്ചിട്ട് അവിടെ വായിക്കുന്നത് ഇങ്ങനെ ഒരു വാക്കുണ്ട്. അബ്രഹാമേ. ഒരൊറ്റ വിളിയ കണ്ടോ? ഒരൊറ്റ വിളിയ ആമേൻ വിളിച്ചിട്ട് പറയുന്ന വാക്കാണ് നീ ആമേൻ പൈതലിന്റെ മേൽ
ആമേൻ ഹല്ലേലൂയ എന്ത് ചെയ്യരുത്? വായിച്ചാൽ മകന് ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ബാലന്റെ മേൽ എന്ത് ചെയ്യരുത്? കൈവെക്കരുത്. ബാലന്റെ മേൽ കൈവെക്കരുത്. ആമേൻ ഹല്ലേലൂയ. ആ ഒരു വിളി ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ആ ഒരു ശബ്ദം ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, അബ്രഹാമിന്റെ ചെവിയിൽ കേട്ടില്ലായിരുന്നെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, താൻ സ്നേഹിച്ച ആമേൻ ആമേൻ ആഗ്രഹിച്ച് വളർത്തിയ തന്റെ തലമുറ നഷ്ടപ്പെടാൻ പോകുകയാ. ആമേൻ തന്നവൻ ഹല്ലേലൂയ ആരാണെന്ന് ആമേൻ മനസ്സിലാക്കിയിട്ടില്ല. തന്നവൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ആമേൻ വാഗ്ദത്തം നിങ്ങളിൽ തന്നിട്ടുണ്ട്. ആമേൻ ഇവരിൽ കൂടെ ഒരു വലിയ സൈന്യത്തെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ആമേൻ ആ ദൈവമാണ് ഈ പരീക്ഷണത്തിൽ കൂടി നിന്നെ കടത്തിവിട്ടത്. എന്തിനെന്നറിയാമോ? നിന്റെ വിശ്വാസത്തെ ഒന്ന് അളന്നു നോക്കാം, നിന്റെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ പരീക്ഷണത്തിൽ ആമേൻ അബ്രഹാം എന്ത് ചെയ്തു? വിജയിക്കുവാനിടയായി തീർന്നു. ആ പരീക്ഷണത്തിൽ അബ്രഹാം വിജയിച്ചു. ആമേൻ അടുത്ത വാക്യങ്ങൾ നോക്കുമ്പോൾ ആമേൻ അബ്രഹാമേ ആമേൻ ബാലന്റെ മേൽ കൈവെക്കരുത് എന്ന് പറയുന്ന മാത്രയിൽ അവൻ ആമേൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ വാലിലെ കാട്ടിനകത്തളങ്ങളിൽ ആമേൻ കൊമ്പ് കുരുങ്ങി. ഇതാ ഈ യാഗത്തിന് വേണ്ടി ദൈവം ഒരു കുഞ്ഞാടിനെ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് രാത്രിക്കാൽ നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ മുടിച്ചു കളയാനല്ല, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് തമ്പുരാന്തരോ ആമേൻ ഹല്ലേലൂയ പരീക്ഷയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. നിനക്ക് വേണ്ടി മുൻപേ കരുതിയിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിനക്ക് വേണ്ടി മുൻപേ അത് കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ അമിനിതാ ആമീൻ കണ്ടലിൽ കാട്ടിനകത്തളങ്ങൾ കൊമ്പ് ഒരുങ്ങിയ ഒരു ആട്ടുകുട്ടൻ കിടക്കുകയാണ്. ആമീൻ നല്ല ദൈവം പറയുന്നു, അതിനെ പിടിച്ച് ആമീൻ നീ യാഗം കഴിക്കുക, എനിക്ക് പ്രസാദമാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഒരു പ്രവൃത്തി ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ വിശ്വാസം മാത്രമല്ല, അത് പ്രവൃത്തിയായി ആമേൻ മാറട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുവാൻ മാത്രമല്ല തമ്പുരാൻ നമ്മെ വിളിച്ചത് വിശ്വാസം കൂടെ ജീവിതത്തിൽ പ്രവർത്തികൾ ഉണ്ടാകട്ടെ. ആമേൻ ആമേൻ. നമ്മൾ ആദ്യം വായിച്ച ഒരു വാക്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? പ്രവർത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ഹല്ലേലൂയ. എന്താണ് കുഞ്ഞെ പ്രവൃത്തി? നിനക്ക് കൊടുക്കാൻ ഒന്നും കാണത്തില്ലായിരിക്കും. ആമേൻ ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ഒന്നും കാണത്തില്ലായിരിക്കും. ആമേൻ ഹല്ലേലൂയ. ഒന്നും വേണ്ട. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ നിന്റെ അടുക്കലുള്ള നിന്റെ സഹോദരന്റെ കരത്തെ പിടിച്ച് ആമേൻ ഹല്ലേലൂയ എങ്ങനെ ഇരിക്കുന്ന സന്തോഷമായിട്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ദൈവം നടത്തുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ തലമുറകൾ എങ്ങനെ ഇരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവർ എങ്ങനെ ഇരിക്കുന്ന ആമേൻ എന്നൊന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് നിന്റെ ജീവിതത്തിൽ. ഒന്നുമില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ പ്രവൃത്തി. ആ ഒരു മേഖലയിലേക്ക് സ്വർഗം നമ്മളെ കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. ചില പരീക്ഷകൾ ജീവിതത്തിൽ ദൈവം നമ്മളെ തരുന്നത് നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാം. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ആഴമായി ഉറപ്പിക്കാനാണ്. എന്തിനെന്ന് ചോദിച്ച ഒരു നിത്യതയിൽ എത്തിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ആമേൻ ഹല്ലേലൂയ. വഴിയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സ്വർഗം ആമേൻ നമ്മളെ അങ്ങ് എത്തിക്കേണ്ടതിന് ആമേൻ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ആമേൻ അത് ആമേൻ ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് ആമേൻ പ്രാർത്ഥിച്ചു മുൻപോട്ട് ആമേൻ അതിനെ ധരണം ചെയ്തു പോകാൻ, ആമേൻ നന്മകളെ പ്രാപിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവദാസൻ പ്രാർത്ഥിക്കും. ആമേൻ അപ്പച്ചൻ ആശീർവാദം പറഞ്ഞ് അവസാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്നവരായ